അപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോംസ് ഉണ്ട് മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ബാംഗ്ലൂരിലാണ്. ഞാൻ നമ്മുടെ സ്വന്തം ബാംഗ്ലൂർ എറണാകുളം വന്ദേ ഭാരതിന് ഒരു ട്രിപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് സ്റ്റേഷനിലോട്ട് നടക്കുന്നു. ബാംഗ്ലൂർ നഗരം ഇപ്പോൾ ജസ്റ്റ് ഉണർന്നു വരുന്നു, അത്രേ ആയിട്ടുള്ളൂ. പല സ്ഥലങ്ങളിൽ നിന്നുള്ള ബസ്സുകളൊക്കെ വന്ന് ജസ്റ്റ് കയറുന്നു. ഈ ലെഫ്റ്റ് സൈഡിലാണ് കെംപേഗൗഡ ബസ് സ്റ്റേഷൻ. ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നത്. അത് കടന്ന് വേണം നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ. ഇത് ഇവിടെയാണ് ബസ് സ്റ്റാൻഡ്. ഇതിൽ ലെഫ്റ്റ് സൈഡിലുള്ളത് മൊഫസിൽ ബസ് സ്റ്റാൻഡും റൈറ്റ് സൈഡിലുള്ളത് സിറ്റി ബസ് സ്റ്റാൻഡാണ്. സിറ്റി ബസ്സിലൊന്നും സർവീസ് തുടങ്ങിയിട്ടില്ല. സിറ്റി ബസ്സിലൊക്കെ സർവീസ് തുടങ്ങുമ്പോൾ 4 മണി കഴിയും. ഇപ്പോൾ മണി 4 ആവുന്നതേ ഉള്ളൂ. സമയം കൃത്യമായിട്ട് വരാൻ 3:52. ഈ റൈറ്റ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന കാണുന്ന എല്ലാം നൈറ്റ് സ്റ്റേ ബസ്സുകളാണ് കേട്ടോ. എല്ലാം സ്റ്റേ ബസ്സുകളാണ്. എൻ്റെ ക്രൂ അതിനകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടോ. 4 മണിക്ക് മുന്നേ എൻ്റെ അറിവിൽ കുറച്ച് നൈറ്റ് സർവീസിൽ കുറച്ചെണ്ണമുണ്ട് 24 hours കൊടുക്കുന്നത്. അതുവഴിക്ക് വേറൊന്നും ഉണ്ടാവില്ല ഈ സമയത്ത്. അപ്പോൾ നമ്മുടെ 5 മണിയുടെ വന്ദേ ഭാരത് പിടിക്കണമെന്നുണ്ടെങ്കിൽ ബസ്സൊന്നും കിട്ടില്ല കേട്ടോ. അങ്ങനെ രാവിലെ കർണാടക പോലീസുകാരുടെ ഒരു സൂത്രം കാരണം കുറച്ചധികം ദൂരം നടക്കേണ്ടി വന്നു. അവന്മാർ അണ്ടർപാസ്, ഓവർ ബ്രിഡ്ജ് എല്ലാം പൂട്ടി വെച്ചിരിക്കുക. അപ്പോൾ കുറേ ദൂരം നടന്ന് ഡിവൈഡറിനിടയിലെ കൂടെ ഗ്യാപ്പിൽ കൂടെയൊക്കെ കടന്ന് നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ 2652 KSR ബംഗളൂരു 26651 KSR ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് എക്സ്പ്രസ്സിനാണ്. ഇതാണ് നമ്മുടെ ക്രാന്തിവീര സംഗോളി റായണ്ണ റെയിൽവേ സ്റ്റേഷൻ ബംഗളൂരു. നമ്മുടെ വണ്ടി പ്ലാറ്റ്ഫോം നമ്പർ 7 നിന്നും 5:10 പുറപ്പെടുന്നതിൽ കാണിച്ചിട്ടുണ്ട്. നമുക്കെന്നാൽ പതുക്കെ സ്റ്റേഷന് ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് പറ്റുന്നൊരു കാപ്പി കുടിച്ചിട്ട് പോവാം. ഞാൻ വരുന്ന വഴിക്ക് തട്ടുകടയിൽ നിന്നൊരു ദോശ കഴിച്ചായിരുന്നു. കാര്യം ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമ്പോഴേക്കും ഒരു സമയമാവില്ല. ഞാൻ 3 മണിക്ക് എൻ്റെതാണ്. അപ്പോൾ വെറും വയറ്റിൽ പോയി കഴിഞ്ഞാൽ ഗ്യാസ് കയറി മൊത്തത്തിൽ പണിയാവും. ഇവിടെ നിന്നൊരു കാപ്പി കുടിച്ച് നമുക്ക് പോവാം. അപ്പോൾ രാവിലെ തന്നെ ഒരു ഫിൽട്ടർ കോഫി മേടിച്ചിട്ടുണ്ട്. നമുക്കിനിപ്പോൾ ഇത് കുടിച്ചിട്ട് പ്ലാറ്റ്ഫോമിലോട്ട് പോവാം. അപ്പോൾ അങ്ങനെ കാപ്പിയെ കുടിച്ചിട്ട് ഞാൻ എൻ്റെ പ്ലാറ്റ്ഫോമിലോട്ട് വന്നു. പ്ലാറ്റ്ഫോം 7 ആണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും പ്ലാറ്റ്ഫോം 7ലേക്ക് സ്വാഗതം. നമ്മുടെ വന്ദേ ഭാരത് ട്രേക്ക് ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. മണി 4:20 ട്രേക്ക് ഓൾറെഡി ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് പോകേണ്ട വണ്ടി. എൻ്റെ ടിക്കറ്റ് എന്ന് പറയുന്നത് C7ലാണ്, C6ലാണ്. അത് അപ്പുറത്തെ എൻഡിലാണ്. കാര്യം ഇവിടെ ഇപ്പോൾ C1 C2 കാണിക്കുന്നത്. അപ്പോൾ അപ്പുറത്തെ എൻഡിലാണ് എൻ്റെ കോച്ച്. നമ്മൾ ഇനോഗ്രൽ റൈഡിന് യാത്ര ചെയ്ത അതേ ഓറഞ്ച് കളർ റേക്കാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. അവരിതുവരെ അത് മാറ്റിയിട്ടില്ല. മാറ്റും എന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. വണ്ടി പറഞ്ഞാൽ 50 മിനിറ്റ് അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഡോറൊക്കെ ഓപ്പണാണ്. AC ഓപ്പൺ അല്ലാന്ന് തോന്നുന്നു. ACയുടെ സൗണ്ട് കേൾക്കാനില്ല. നമുക്ക് എന്തായാലും ഫ്രണ്ടിൽ പോയിട്ട് നമ്മുടെ കോച്ചിലൂടെ കയറാം ആദ്യം. അപ്പോൾ ഇതാണ് എൻ്റെ കോച്ച് C6 241577 നമ്മുടെ കോച്ച്. നമുക്കെന്നാൽ പതുക്കെ ഉള്ളിലോട്ട് കയറിയേക്കാം. ഉള്ളിൽ കയറി ലഗേജൊക്കെ വെച്ചിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് ഫ്രണ്ടിൽ പോയി നമ്മുടെ ക്യാബൊക്കെ കാണാം. എന്നപ്പോൾ എങ്ങനെ വലത് കാലം വെച്ച് കയറുകയല്ലേ. അപ്പോൾ വലത് കാലം വെച്ച് കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കോച്ച് 241577 ഫെബ്രുവരി 2024 ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈ പണിതാണ്. പതിവ് പോലെ മോട്ടോർ കോച്ചാണ്. നമ്മുടെ കോച്ചിൻ്റെ ഗാലിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ മോട്ടോർ കോച്ചാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് വളരെ കുറവായിരിക്കും, സ്ഥലം വളരെ കുറവായിരിക്കും. ആ വിൻഡോ സീറ്റ് ശരി, അത് വിൻഡോ സീറ്റ് 4 ശരിക്കും റിക്ലൈൻ ആവില്ല. 4ഉം 1ഉം റിക്ലൈൻ ആവില്ല. അത് മറ്റേ ട്രാക്ഷൻ മോട്ടറിനുള്ള വെൻറ്റിലേഷൻ അസംബ്ലിയാണ്. ഞാൻ സീറ്റ് നമ്പർ 12ലാണ്. 12 ഈ അയൽ സീറ്റാണ് നമ്മുടെ. സീറ്റിൻ്റെ റിവ്യൂ ഒക്കെ നേരത്തെ തന്നിട്ടുള്ളതാണ്. പിന്നെ പ്രത്യേകിച്ച് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ട്രെയിനിലോട്ട് ഇപ്പോൾ യാത്രക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 7-8ലുള്ള ഫുഡ് ട്രാക്ക് റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കയറുന്നത്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതിലോട്ട് കയറ്റിക്കൊണ്ട്. ഇത് പണ്ട് ഹള്ളിമനെ ആയിരുന്നു ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ആരും ഓപ്പറേറ്റ് ചെയ്യുന്ന അറിയില്ല. സൈഡിലൊരു പഴയ ഹള്ളിമനെ ബോർഡുണ്ട്, പക്ഷേ ഫ്രണ്ടിലത്തെ ഹള്ളിമനെ ബോർഡുകളൊക്കെ പോയി. എന്തായാലും നമുക്ക് ഫുഡ് കിട്ടുമ്പോൾ അതിൽ സ്റ്റിക്കർ ഉണ്ടാവില്ല. നോക്കാം നമുക്ക്. അവിടെ ആയിട്ട് നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ട്. ഇവിടെ ഇനിയിപ്പോൾ പെട്രോൾ വലിച്ചു നോക്കി നമ്മുടെ വണ്ടി കൊണ്ടുപോയി കയറ്റണം. ഇതാണ് ക്രാന്തിവീര സംഗോളി ബംഗളൂരു സ്റ്റേഷൻ. നമ്മൾ പ്ലാറ്റ്ഫോം 7ൽ നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ട്. ഇപ്പുറത്തായിട്ട് ഒരു DP4D ഷണ്ട് ചെയ്യുന്നുണ്ട്.
ഏതൊക്കെയോ വണ്ടികൾ വരുന്നു പോകുന്നു എന്നൊക്കെ അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. നമ്മുടെ എറണാകുളം ഇൻ്റർസിറ്റി അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഇവിടെ നിന്നല്ല SMBT നിന്നാണ് പുറപ്പെടുന്നത്. ടെമ്പററി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അധികം കാലം താമസിയാതെ തിരിച്ച് ശരിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് നമ്മുടെ കാലങ്ങളായിട്ടുള്ള ആവശ്യമായ ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് എക്സ്പ്രസ് എന്താ പറയുക യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നമ്മൾ അതിൽ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമേഴ്ഷ്യൽ ജേണിക്ക് നമ്മൾ ഇന്ന് പോരുന്നത്. നമ്മുടെ ഫസ്റ്റ് കമേഴ്ഷ്യൽ ജേണിയാണ്, ട്രെയിനിൻ്റെ ഫസ്റ്റ് കമേഴ്ഷ്യൽ ജേണി അല്ല. നമ്മുടെ ഫസ്റ്റ് കമേഴ്ഷ്യൽ ജേണിക്ക് ഞാൻ അങ്ങനെ ഇന്ന് ഒരുങ്ങുകയാണ്. ഞാനിന്ന് AC ചെയർക്കാറിലാണ്. ഇതിനകത്ത് ഇനി എറണാകുളത്തു നിന്ന് ബാംഗ്ലൂർക്ക് നമ്മൾ ഇനോഗ്രൽ റൈഡിന് വന്നായിരുന്നു. അതുപോലെ എറണാകുളം ബാംഗ്ലൂർ ഒരു എന്താ പറയുക കമേഴ്ഷ്യൽ റണ്ണിൽ ഞാൻ വരുന്നുണ്ട്. തൽക്കാലം നമുക്ക് ബാംഗ്ലൂർ ടു എറണാകുളം കമേഴ്ഷ്യൽ റണ്ണിലെ യാത്രാവിശേഷങ്ങൾ ഇന്നറിയാം. അപ്പോൾ ഫോക്സ്, നമ്മുടെ 626 കിലോമീറ്റർ KSR ബംഗളൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള 626 കിലോമീറ്റർ നമ്മൾ 5:10 ഇവിടുന്ന് ആരംഭിക്കും. ഈ ട്രെയിൻ ഇവിടുന്ന് 5:10 പുറപ്പെട്ടിട്ട് കൃഷ്ണരാജപുരം, സേലം, ഈറോഡ്, തിരുപ്പൂർ, കോയമ്പത്തൂർ, പാലക്കാട്, തൃശ്ശൂർ വഴിയാണ് ഇത് എറണാകുളത്ത് എത്തുന്നത്. ഉച്ചയ്ക്ക് 1:50 ഇതിൻ്റെ എറണാകുളം ഷെഡ്യൂൾഡ് അറൈവൽ ടൈം. അതിനിടയ്ക്ക് ഈ പറഞ്ഞ അത്രയും സ്റ്റോപ്പുകളാണ് ഉണ്ടാക്കുന്നത്. ആദ്യത്തെ സ്റ്റോപ്പ് SPCയിൽ നിന്നും പുറപ്പെട്ട ആദ്യത്തെ സ്റ്റോപ്പ് 14 കിലോമീറ്റർ കഴിഞ്ഞ് കൃഷ്ണരാജപുരത്താണ്. പിന്നെ ഒരു ഏകദേശം ഒരു 248 കിലോമീറ്റർ നോൺ സ്റ്റോപ്പ് ഓടിയിട്ട് പിന്നെ സേലത്താണ് വണ്ടി നിർത്തുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ചറവറ സ്റ്റോപ്പുകളാണ്. അപ്പോൾ നമുക്കിതിനകത്ത് നമ്മുടെ കാറ്ററിങ്ങിൻ്റെ പാർട്ടായിട്ട് നമുക്ക് രാവിലത്തെ മോർണിംഗ് ടീയും അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റും അത് കഴിഞ്ഞിട്ട് നമുക്ക് ലഞ്ചും കിട്ടും. തൃശ്ശൂർ കഴിഞ്ഞ് പോകുന്നവർക്ക് ലഞ്ചും കിട്ടും. അപ്പോൾ വണ്ടി പുറപ്പെടുന്നതിന് ഒത്തിരി നേരം മുമ്പ് തന്നെ നമ്മുടെ വാട്ടർ ബോട്ടിലൊക്കെ വന്നിട്ടുണ്ട്. 14 രൂപയാണിപ്പോൾ ഇതിൽ പ്രിൻ്റഡ് പ്രൈസ്. 1 ലിറ്റർ വാട്ടർ ബോട്ടിൽ വേണം. അപ്പോൾ പകൽ വണ്ടിയാണ്, തിരക്കുണ്ടാവില്ല എന്നൊക്കെ വാദിച്ചവർക്ക് വേണ്ടിയാണ്. വണ്ടി ഫുള്ളാണ്, ഇന്നത്തെ വണ്ടിയും ഫുള്ളാണ്. ഞാൻ ബുക്ക് ചെയ്തപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് കൺഫേം ചെയ്ത് വന്ന ടിക്കറ്റാണ്. ചാർട്ട കഴിയുമ്പോൾ വണ്ടി ഫുള്ളാണ്. സമയം ഇപ്പോൾ 5:03. നമുക്കിനി പുറപ്പെടാനൊരു 7 മിനിറ്റ് വേണ്ട. അതേ നമുക്ക് ഡോറുകൾ അടയും. അപ്പോൾ നേരത്തെ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞ സമയത്ത് ഇതിൻ്റെ ഫെയറിൻ്റെ കാര്യം ഞാൻ പറയാൻ മറന്നുപോയായിരുന്നു. ഞാൻ റൂട്ടും മറ്റും പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഫെയർ എന്ന് പറയുന്നത് ചെയർ കാറിൽ 1655 രൂപയാണ് ബാംഗ്ലൂർ മുതൽ എറണാകുളം വരെ. അപ്പോൾ അതിനകത്ത് 364 രൂപ കാറ്ററിംഗ് ചാർജസാണ്. എക്സിക്യൂട്ടീവ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ 3015 രൂപ വരും, 3015 വരും. അതിനകത്ത് 419 രൂപ കാറ്ററിംഗ് ചാർജസാണ്. ഇത് എറണാകുളം വരെയുള്ള ഫെയർ ആട്ടോ. ബാംഗ്ലൂർ മുതൽ എറണാകുളം, KSR ബാംഗ്ലൂർ മുതൽ എറണാകുളം വരെയുള്ള ഫെയറാണ് ഞാൻ ഈ പറഞ്ഞത്. എനിക്കൊന്ന് കൃഷ്ണരാജപുരം ആകുമ്പോൾ ചെറിയ ഡിഫറൻസ് വരുമായിരിക്കും ഫെയറിന്. അതുപോലെ തൃശ്ശൂർ, പാലക്കാടൊക്കെ ഫെയർ വ്യത്യാസം വരും, കാറ്ററിങ്ങിലും വ്യത്യാസം വരും. കാര്യം തൃശ്ശൂർ, ഇവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് തൃശ്ശൂർ വരെയുള്ള യാത്രക്കാർക്ക് ലഞ്ച് ലഭിക്കില്ല. അപ്പോൾ തന്നെ ഏകദേശം കാറ്ററിങ്ങിൽ ഒരു 200 രൂപ കുറയും, 222 രൂപ കുറയും. എന്നാൽ അപ്പുറത്തെ പ്ലാറ്റ്ഫോം നമ്പർ 8 അടുത്ത വന്ദേ ഭാരത് എക്സ്പ്രസ് വരുന്നുണ്ട്. നമ്മുടെ ഡോസ് ക്ലോസിംഗ് അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്, ലൈറ്റ് കത്തിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അപ്പുറത്ത് അടുത്ത വന്ദേ ഭാരത് തന്നെ കാണാൻ പറ്റുന്ന കയറിയിരുന്നു. അത് ധാർവാഡിലേക്കുള്ള വന്ദേ ഭാരതാണ്, ബാംഗ്ലൂർ ധാർവാഡ് വന്ദേ ഭാരത്. നമ്മൾ ഒരു പ്രാവശ്യം അതിൽ ഹുബ്ലി മുതൽ ബാംഗ്ലൂർക്ക് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. പഴയ റേക്കാണ്. ഡോസ് ക്ലോസിംഗ് ആയി, ഡോർ അടയുന്നുള്ള ഇൻഡിക്കേഷൻ വന്നു കഴിഞ്ഞു. 15 ദിവസം ഇപ്പോൾ ഡോർ അടയും. സമയം 5:09. അപ്പോൾ 5:09 നമ്മൾ യാത്ര പുറപ്പെടാൻ തയ്യാറായി. എനിക്കൊന്ന് ഈ പ്ലാറ്റ്ഫോമിന് അടുത്തായിട്ട് വരാൻ പോകുന്നത് ചെന്നൈക്കുള്ള ശതാബ്ദി എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു. അതിനുള്ള യാത്രക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മീൻമേൽ അപ്പുറത്തെ ഹുബ്ലി ധാർവാഡ് വന്ദേ ഭാരത് ജസ്റ്റ് വന്നതിന് ഡോസ് ഓപ്പണായി. അതെനിക്കൊന്ന് 6 മണിക്ക് മറ്റൊന്ന് ഇവിടുന്ന് പുറപ്പെടുന്നത്. അത്ര പോപ്പുലറായിട്ടുള്ളൊരു ട്രെയിൻ അല്ല അത്. ഞാൻ നോക്കിയപ്പോൾ അത് അത്യാവശ്യം ലാസ്റ്റ് മിനിറ്റ് ആയിട്ടൊക്കെ അതിൻ്റെ ടിക്കറ്റ് ഫുള്ളാവുന്നുള്ളൂ. മീൻമേൽ കൃത്യസമയമായ 5:10 നമ്മൾ KSR ബംഗളൂരുവിൽ നിന്നും യാത്ര പുറപ്പെട്ടിരിക്കുന്നു. ധാർവാഡ് വന്ദേ ഭാരത് 5:45 പുറപ്പെടും കേട്ടോ. 6 മണിയല്ല, 5:45 പോകും. അപ്പോൾ എനിക്ക് 6 മണിക്കൂറിന് മേലെ ഉള്ളൂ ഇനി. നമ്മളങ്ങനെ KSR ബംഗളൂരു സ്റ്റേഷനിൽ പുറത്തിറങ്ങുക. സ്റ്റേഷനിലുള്ള സെക്കൻഡ് എൻട്രിയിൽ ഒരു ട്രാഫിക് ബ്ലോക്കാണ് ഈ കാണുന്നത്. ഇത് റോഡിന് വീതി തീരെ കുറവാണ്, പക്ഷേ ഏറ്റവും കൺവീനിയൻറ്റ് ഈ എൻട്രൻസ് ആണ്, മറ്റേ എൻട്രൻസ് വെച്ച് നോക്കുമ്പോൾ.
നമ്മളങ്ങനെ KSR ബാംഗ്ലൂർ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 7-ൽ നിന്നും പുറപ്പെട്ട് പുറത്തോട്ടിറങ്ങുന്നു. റെയറായിട്ടാണ് വന്ദേ ഭാരത് പോലത്തെ ട്രെയിനിൽ ഒന്നിനും പുറപ്പെടാത്തത്. വണ്ടി വിടുമ്പോഴേക്കും പത്രം വന്നു കേട്ടോ. അത് മനോരമ, മലയാള മനോരമ. ടൈംസ് ഓഫ് ഇന്ത്യ ഉണ്ട് കേട്ടോ. ടൈംസ് ഓഫ് ഇന്ത്യ ഉണ്ട്, മനോരമ ഉണ്ട്. ഇനി ഏതെങ്കിലും കന്നഡ തമിഴ് പേപ്പറുകൾ ഉണ്ടോ എന്നറിയില്ല. ಕೃಷ್ಣರಾಜಪುರಂ ನಿಲ್ದಾಣವನ್ನು ಸಮೀಪಿಸುತ್ತಿದ್ದೇವೆ. അപ്പം നമ്മളങ്ങനെ കൃഷ്ണരാജാപുരം സ്റ്റേഷനിലേക്ക് അടുക്കുന്നു. കൃഷ്ണരാജാപുരം സ്റ്റേഷനിലേക്ക് അടുക്കുന്നു. അവിടെ നമ്മൾ മോർണിംഗ് ടീ കിറ്റിനുള്ള ഇതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബയ്യപ്പനഹള്ളി സ്റ്റേഷനിൽ കൊണ്ട് പിടിച്ചിട്ടിരിക്കുകയാണ്. ബയ്യപ്പനഹള്ളി സ്റ്റേഷനാണ് എന്ന് മനസ്സിലായി. പുറത്തൊന്നും കാണാൻ വയ്യ, നല്ല ഇരുട്ടാണ്. ഇപ്പോൾ ടോയ്ലറ്റ് ടൂറാണ്. ടോയ്ലറ്റൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ, ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ തന്നെ കാണിച്ചാണ് ക്ലീനാണ്, സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കൃഷ്ണരാജപുരം സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കൃഷ്ണരാജപുരം സ്റ്റേഷനിൽ കയറി. ഇപ്പോഴാണ് വെളിച്ചം കണ്ടു തുടങ്ങിയത്. നമ്മൾ ഏറ്റവും ഫ്രണ്ടിലത്തെ കോച്ചാണ്. C6 രണ്ടാമത്തെ കോച്ചാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ പോകുന്നു. അത് ഏറ്റവും ഫ്രണ്ടിലാണ് ഫുട് ഓവർ ബ്രിഡ്ജ് ഉള്ളത്. അപ്പോൾ അതിനടുത്ത് പോയി നിൽക്കാനാണ് സാധ്യത. ഇപ്പോൾ നമ്മളങ്ങനെ കൃഷ്ണരാജപുരത്തെത്തി. ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ തിരക്ക് കയറാൻ പോകുന്നത് വണ്ടിയിലോട്ട്. ഇറങ്ങിയില്ല, നല്ല തിരക്കട്ടോ ഇവിടെ. വണ്ടികൾ ഫുള്ളായി. നമ്മളിപ്പോൾ അധികം താമസിച്ചത് പുറപ്പെടുമെന്ന് വിചാരിക്കുന്നു. ദോശ പച്ച സിഗ്നലാണ്. ദോശ ക്രോസിംഗ് അനൗൺസ്മെൻ്റ് വന്നു. ഗ്രീൻ സിഗ്നലാണ്. പ്ലാറ്റ്ഫോം ഏറെക്കുറെ കാലിയായി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ വണ്ടി കയറി കഴിഞ്ഞപ്പോൾ ഡോർ അടങ്ങുന്ന ലൈറ്റ് കത്തി. അപ്പം അങ്ങനെ സമയം 5:38 എൻ്റെ വാച്ചിൽ. അപ്പോൾ അങ്ങനെ കൃഷ്ണരാജപുരത്തു നിന്ന് നമ്മൾ പുറപ്പെട്ടു. ഇനി 8 മണിക്കാണ് അടുത്ത സ്റ്റോപ്പ്. നടക്കാനുള്ള സമയം 5:30 ആയിട്ടേ ഉള്ളൂ. ഇനി 8 മണി കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത സ്റ്റോപ്പ്. ഏകദേശം 2.5 മണിക്കൂർ കൊണ്ട് 248 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയെടുക്കേണ്ടത്. പറക്കലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വിട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ജോലാർപേട്ട വരെ, അതായത് ജോലാർപേട്ട ബൈപ്പാസ് ക്യാമ്പിലോട്ട് കയറുന്നത് വരെ നമുക്ക് 130 kmph ഫിറ്റായിട്ടുള്ള റൂട്ടാണ്. എങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ സീറ്റിലോട്ട് പതുക്കെ പോയിരിക്കാം. നമുക്ക് രാവിലത്തെ ഭക്ഷണമൊക്കെ 15 വരും. മോർണിംഗിനുള്ള ടീ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 15 നമുക്ക് കൊണ്ടുവന്ന് തരും. ഞാൻ വരുന്ന എൻ്റെ സീറ്റിലിരിക്കട്ടെ. അപ്പം മോർണിംഗ് ടീ എത്തിയിട്ടുണ്ട്. മോർണിംഗ് ടീയിൽ യൂണിബിക്കിൻ്റെ ഓട്സ് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ഉണ്ട്. വായു എന്ന് പറഞ്ഞൊരു മസാല ചായ ഉണ്ട്. വായു ടീ ആൻഡ് ബ്ലെൻഡ്സ് ലണ്ടൻ മസാല ചായ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു കൽക്കട്ട ബേസ്ഡ് കമ്പനിയാണിത്. സംഭവം കുഴപ്പമില്ല. ഏലക്കയുടെ ടേസ്റ്റാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. വേറെ പ്രത്യേകിച്ചും തോന്നുന്നില്ല. സമയം 6:09. നമ്മൾ ഏകദേശം ബംഗാർപേട്ട എത്താറായിട്ടുണ്ട്.
അപ്പോൾ നമ്മളങ്ങനെ ബംഗാർപേട്ട സ്റ്റേഷനിലേക്ക് എത്താണ്. റൺ ത്രൂ ആണ്, സ്റ്റോപ്പില്ല. അൺസ്കെഡ്യൂൾഡായിട്ട് നിർത്തില്ല എന്ന് വിശ്വസിക്കുന്നു. സമയം ഇപ്പോൾ 6:11. ബാംഗ്ലൂർക്കുള്ളൊരു മെമു അപ്പുറത്ത് റെഡി കിടക്കുന്നുണ്ട് പുറപ്പെടാൻ. പ്ലാറ്റ്ഫോമിൽ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ബംഗാർപേട്ട കഴിഞ്ഞു. 6:11 ബംഗാർപേട്ട പാസ് ചെയ്തു. ബംഗാർപേട്ട കഴിഞ്ഞിട്ടുള്ള ആക്സിലറേഷൻ ആണ് ഇപ്പോൾ കാണുന്നത്. പൊളിക്കങ്ങോട്ട് പോട്ടെ. നമ്മൾ 130 km ടെറിട്ടറിയിലാണ്. നമുക്കിനി കുപ്പം സ്കിപ്പുണ്ട് മേജർ സ്റ്റേഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സോംനായക്കംപേട്ട് കഴിഞ്ഞ് നേരെ ജോളർപേട്ട ബൈപ്പാസ് ലൈൻ വഴി നമ്മൾ സാധാരണ റെയിൽവേയിലേക്ക് കയറും. അങ്ങനെ നേരം വെളുത്ത് വരുന്നു. നല്ല രസമുള്ള പ്രദേശമാണിത്. ഇവിടെ ഇഷ്ടംപോലെ കൃഷിയും ഒക്കെ ഉണ്ട്. കർണാടകയിലും തമിഴ്നാട്ടിലും ഇതിപ്പോൾ എൻ്റെ ഒരു കണക്ക് പ്രകാരം ഇത് ട്രിവാൻഡ്രം നോർത്ത് മൈസൂർ എക്സ്പ്രസ് ആയിരിക്കണം. ഞാൻ പറയുന്നത് കർണാടകയിലും തമിഴ്നാട്ടിലും നമുക്ക് കൃഷിയിടങ്ങൾക്ക് ഒരു കുറവില്ല. ഇഷ്ടംപോലെ കൃഷിയാണ്. 130 ഫ്ലാറ്റ്, അതായത് 131 ഇഗ്നോർ ചെയ്തേക്കും കേട്ടോ, അത് എററാണ്. 130, 129 മാസ പറക്കലാണ് പറക്കുന്നത്. ഈ പറക്കൽ പറഞ്ഞാലേ നമുക്ക് സേലം കറക്റ്റ് ടൈമിൽ നിന്ന് കയറാൻ പറ്റുള്ളൂ. കാര്യം ജോലാർപേട്ട കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് 110 ഉള്ളൂ. മീൻവേല അതിന് ചെറുതായിട്ട് സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. നല്ല ക്ലൗഡിയാണ്. ഗുഡുപ്പള്ളി സ്റ്റേഷനാണ്. സ്പീഡിന് ഒരു കുറവുമില്ല കേട്ടോ. നമ്മൾ പൊളിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും. നമ്മളിപ്പോൾ ഉള്ളത് ആന്ധ്രാപ്രദേശിലാണ്. ഒരു ചെറിയ സ്ട്രെച്ച് നമ്മൾ ആന്ധ്രാപ്രദേശ്, ഗുഡുപ്പള്ളി മുതൽ ഏകദേശം മുളനൂർ കഴിഞ്ഞ് പാച്ചനൂറിന് മുമ്പായിട്ട് നമ്മൾ തമിഴ്നാട്ടിൽ കയറും. അപ്പോൾ നമ്മൾ ഗുഡുപ്പള്ളി മുതൽ മുളനൂർ വരെ നമ്മൾ ആന്ധ്രാപ്രദേശിൽ കൂടെയാണ്. ഒരു വളരെ ചെറിയ സ്ട്രെച്ചാണ്. അതിനൊരു 20-25 കിലോമീറ്റർ വല്ലതും കാണുമായിരിക്കും. അതിപ്പോൾ ഒരു 20-25 കിലോമീറ്റർ കാണുമായിരിക്കും ആന്ധ്രാപ്രദേശിൽ. നമ്മളിപ്പോൾ ആന്ധ്രാപ്രദേശിലുള്ള ഏക മേജർ ഹോൾട്ട് കുപ്പത്തിലേക്ക് എത്തുകയാണ്. കുപ്പം സ്റ്റോപ്പില്ല, റൺ ത്രൂ ആണ്. കുപ്പം സ്റ്റേഷനിൽ റൺ ത്രൂ എന്തോ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പെട്ടെന്ന് സ്പീഡ് കുറച്ചു. നമ്മളിപ്പോൾ 90-99 എത്തി.
കുപ്പം സ്റ്റേഷൻ. സ്റ്റേഷൻ പാസ് ചെയ്ത് വീണ്ടും സ്പീഡ് പിടിച്ചു തുടങ്ങി. സ്റ്റേഷൻ നമ്മൾ 100 km/h പാസ് ചെയ്ത് സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ വീണ്ടും സ്പീഡ് പിടിച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ 121 ഡോറിൽ നിൽക്കുമ്പോൾ പിന്നെയും സ്പീഡ് തോന്നും. നമ്മൾ അകത്തിൽ നിന്ന് ഒട്ടും സ്പീഡ് തോന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ മുളനൂർ കഴിഞ്ഞിട്ടുള്ള ഘാട്ട് സെക്ഷനിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഈ റൂട്ടിലെ സ്പീഡ് റെസ്ട്രിക്ഷനിൽ സ്ട്രെച്ച് ഇതാണ്. റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഭീകര റെസ്ട്രിക്ഷൻ ഒന്നുമില്ല കേട്ടോ. 90 റെസ്ട്രിക്ഷൻ. നമ്മുടെ ഷൊർണൂർ എറണാകുളം റൂട്ടിനെക്കാളും കൂടുതലുണ്ട്. അപ്പോൾ പിന്നെ ഇന്ത്യൻ ടോയ്ലറ്റിനെ കൂടെ റിവ്യൂ എടുത്താലോ. ടോയ്ലറ്റ് പൊതുവേ കൊള്ളാം. ഇവിടെ മറ്റേ ഓട്ടോമാറ്റിക് സോപ്പ് ഡിസ്പെൻസറാണ്, മാനുവൽ സോപ്പ് ഡിസ്പെൻസറാണ്. പിന്നെ ഇതൊക്കെ ഉണ്ട്, വാഷ് ബേസിന്, നമ്മുടെ ഹാൻഡ് ഡ്രയറൊക്കെ ഉണ്ട്. മൊത്തത്തിൽ ഒരു വൃത്തിയുണ്ട്. സോ ഇത് പഴയ ഓട്ടോമാറ്റിക് ടാപ്പ് തന്നെയാണ്. മൊത്തത്തിൽ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കപ്പ് വന്നിട്ടുണ്ട്. സംഭവം മൊത്തത്തിൽ കൊള്ളാം. അപ്പോൾ അങ്ങനെ നേരെ നല്ലോണം വെളുത്ത് വന്നു. നമ്മൾ ജസ്റ്റ് സോമനായ്ക്കംപട്ടി എത്തുന്നു. സോമനായ്ക്കംപട്ടി എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലെ ലാസ്റ്റ് സ്റ്റേഷനാണ്. സോ അത് കഴിഞ്ഞാൽ നമ്മൾ സദേൺ റെയിൽവേയിലേക്ക് കയറും. അതിന് അല്പം മുമ്പിലായിട്ട് സദേൺ റെയിൽവേയിലേക്ക് കയറും. അപ്പോൾ ഇതാണ് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലെ ലാസ്റ്റ് സ്റ്റേഷൻ, സോമനായ്ക്കൻപട്ടി. അങ്ങ് ദൂരെ മലകൾ കാണാമോ? അതിൻ്റെ മുകളിൽ മഞ്ഞ് ഒരു മലയുടെ മുകളിൽ വെച്ചൊന്നും കാണാനില്ല. അവിടെയായിട്ടാണ് ഏലഗിരി ഹിൽസ് വരുന്നത്. ജോലാർപേട്ട സ്റ്റേഷൻ ആ മലകളുടെ കീഴിലായിട്ടാണ് വരിക. നമ്മൾ ഇപ്പോൾ പതുക്കെ റൈറ്റിലേക്ക് കയറും. നമ്മളിപ്പോൾ ഏകദേശം സദേൺ റെയിൽവേ ടെറിട്ടറിയിലേക്ക് കയറാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ചെന്നൈ ഡിവിഷൻ സദേൺ റെയിൽവേയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ ചെന്നൈ ഡിവിഷനിൽ വളരെ കുറച്ച് ദൂരം ഓടുള്ളൂ. ഈ ബൈപ്പാസ് ലൈൻ കടന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സേലം ഡിവിഷനിലോട്ട് കയറും. പിന്നെ നമ്മൾ പോത്തന്നൂർ പാസ് ചെയ്യുന്നത് സേലം ഡിവിഷനിലാണ്. റായപ്പുരത്തിന് 37017. ഇപ്പോൾ ഏതാണ് വണ്ടി? തിരുവനന്തപുരം SMVT ബംഗളൂരു ഹംസഫർ എക്സ്പ്രസ് ആണ്. തിരുവനന്തപുരം നോർത്തുള്ള കൊച്ചുവേളി ഡിപ്പോ വരെ അവരുടെ ബോർഡുകൾ മൊത്തം മാറ്റിയിട്ടുണ്ട് കേട്ടോ. പുതിയ ബോർഡുകൾ നല്ല രസമുണ്ട്. പക്ഷേ ഒരു കോച്ചിൽ ഒരു ബോർഡൊക്കെ ഉള്ളൂ. ഒരു കോച്ചിൽ 3 ബോർഡൊന്നും വെച്ചിട്ടില്ല. പക്ഷെ അത്യാവശ്യം നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് ബോർഡുകൾ. ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചു ഓടുന്ന നല്ല വണ്ടികളൊന്നാണ് ഈ ഹംസഫർ എക്സ്പ്രസ്. ടിക്കറ്റ് കിട്ടാൻ അത്യാവശ്യം എളുപ്പമാണ്. പിന്നെ 16 AC 3 tier കോച്ചുകളുണ്ട്. നല്ല കോച്ചുകളുമാണ്. നല്ല സർവീസുള്ള ട്രെയിനാണത്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം താമസിച്ച ജോലാർപേട്ട ബൈപ്പാസിലേക്ക് കയറും. നമുക്കൊരു 15 km/h സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട് ബൈപ്പാസ് ലൈനിൽ കൂടെ.
പിന്നെ അടുത്ത കുറച്ച് നേരത്തേക്ക് നമ്മൾ 15 KM/h പോകുന്നത്. ആ 15 KM/h സമയനഷ്ടം എന്താ പറയുന്നത് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വരെ പറന്ന് തിരിച്ച് വന്നത്. അപ്പോൾ നമ്മളങ്ങനെ മെയിൻ ലൈനിൽ നിന്ന് ഇറങ്ങി അപ്പോൾ നമ്മളങ്ങനെ 2 മെയിൻ ലൈനുകൾ പുറത്തിറങ്ങി ബൈപ്പാസ് ലൈനിലോട്ട് കയറി. ഈ കാണുന്നതാണ് പഴയ ലിങ്ക് ക്യാബിൻ എ. ഇപ്പോൾ ഈ ക്യാബിനില്ല കേട്ടോ. ഇപ്പോൾ ഇത് ഗേറ്റ് കീപ്പേഴ്സ് ഹട്ടും പിന്നെ അപ്പുറത്ത് എനിക്കൊന്ന് ഗാങ്മാൻ ഹട്ടും ഉണ്ട്, ട്രാക്ക്മാൻ ഹട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഇതിന് വരെ മൊത്തം അപ്പുറത്ത് ദൂരെയുള്ള വെള്ള ബിൽഡിങ്ങിലേക്ക് മാറ്റി. അപ്പോൾ ഇവിടെ 2 മെയിൻ ലൈൻസ് നേരെ ടൂവേർഡ്സ് ജോലാർപേട്ട പോകുന്നതാണ്. ഒരു ലൈനിൽ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് കയറി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അത് ബേസിക്കലി ഗുഡ്സ് യാർഡിലേക്ക് പോകുന്ന ലൈനാണ്. ഞാൻ ആ ബാംഗ്ലൂർ ലൈൻ വഴി ഒരിക്കൽ മറ്റേ ലാൽബാഗോ ബൃന്ദാവൻ ഏതെങ്കിലും ട്രെയിനോ ട്രിപ്പ് പോകുമ്പോൾ ഞാനതൊക്കെ കാണിച്ചു തരാം. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബൈപ്പാസ് ലൈനിലേക്ക് കയറി. അങ്ങ് ദൂരെ ഏലഹഗിരി മലകൾ കാണാം, നല്ല മഞ്ഞുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ മെയിൻ ലൈനിലോട്ട് മേജ് ചെയ്യാൻ പോവാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മെയിൻ ലൈൻ വരുന്ന കാണാം. ഞാനിപ്പോൾ നോക്കിയിട്ട് കുറച്ച് നേരത്തേക്ക് നമുക്ക് ക്രോസിങ്സ് ഒന്നും ഞാൻ കണ്ടില്ല. ക്രോസിങ്സോ ഓവർടേക്സോ ഒന്നുമില്ല. ഓവർടേക്ക് ഇനി കേരളത്തിൽ കയറിയിട്ട് ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് മെയിൻ ലൈന്. നമ്മൾ അതിലേക്കാണ് മേജ് ചെയ്യേണ്ടത്. ഇതോടെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ വെള്ള ബിൽഡിംഗാണ് ജോലാർപേട്ട ലിങ്ക് ക്യാബിൻ, ബൈപ്പാസ് ക്യാബിൻ ഇപ്പോഴത്തെ ക്യാബിന്. ഇത് ബി ക്യാബിനാണെന്ന് തോന്നുന്നു. ഇത് ബി ക്യാബിനാണ്, അതായത് പഴയ ക്യാബിൻ. ഇതില്ല. അപ്പോൾ നമ്മളങ്ങനെ മെയിൻ ലൈനിലോട്ട് കയറുകയാണ്. മീൻവേൽ അപ്പുറത്ത് കാറ്ററിംഗുകാർ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്ത് തുടങ്ങി. ഇങ്ങനെ സേലം എത്തുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യുന്നു തോന്നുന്നു. പിന്നെ സേലം മുതൽ തൃശ്ശൂർ പാസ് ചെയ്യുന്നവരെ 4-4.5 മണിക്കൂർ വിശക്കും. അല്പം മുമ്പിലായിട്ട് നമ്മൾ സേലം ഡിവിഷനിൽ കയറും. റൈറ്റ് സൈഡിൽ മഞ്ഞ ബോർഡ് കണ്ടു. അതാണ് സേലം ഡിവിഷൻ്റെ ടെറിട്ടറി ആരംഭം. പിന്നെ നമ്മൾ പോത്തന്നൂർ പാസ് ചെയ്യുന്നവരെ സേലം ഡിവിഷനാണ്. ഇതൊക്കെ പണ്ട് പാലക്കാട് ഡിവിഷനായിരുന്നു, പിന്നീട് സേലം ഡിവിഷൻ ആയതാണ്. തിരുപ്പത്തൂർ സ്റ്റേഷനാണ്. ഇവിടെ ഒരു ഫ്ലൈറ്റ് പോലും ഇല്ല. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്ത് തുടങ്ങി. സമയം 7:15 ആയതുള്ളൂ. 7:15 ആയപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലുള്ളത്.
ഇതിലുണ്ട്, ഇത് ഹള്ളിമനയാണ് പ്രിപ്പയർ ചെയ്തത്, നല്ല സ്റ്റിക്കറുണ്ട്. ഇഡ്ഡലി, ഉപ്പുമാ, മെതുവട, കേസരി തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ട്രേ തുറന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ട്രേക്കകത്ത് എന്തൊക്കെയാണെന്ന് നോക്കിക്കാലോ. ബ്രേക്ക്ഫാസ്റ്റ് ട്രേക്കകത്ത് നേരത്തെ പറഞ്ഞ ഇഡ്ഡലി ഉണ്ട്, ഉഴുന്നുവടയുണ്ട്, പൊങ്കലാണ്, കേസരി ഉണ്ട്, സാമ്പാറുണ്ട്, ചട്നിയുണ്ട്. എങ്ങനെയാണ് കഴിച്ചു നോക്കിയിട്ട് പറയാം കേട്ടോ. നമുക്ക് ടേസ്റ്റ് നോക്കാം. സാമ്പാർ കൊള്ളാം, പൊങ്കൽ അടിപൊളിയുണ്ട്, കേസരിയും കൊള്ളാം, ചട്നി കൊള്ളാം. ടിപ്പിക്കൽ ബാംഗ്ലൂർ സ്റ്റൈൽ ചട്നി സാമ്പാറാണ്. സംഭവം മൊത്തത്തിൽ കൊള്ളാം. നമ്മളിപ്പോൾ ലോക്കൂർ ഡാനിഷ് പേട്ട് സെക്ഷനിലെ ഗാർഡ് സെക്ഷനിലാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് ഏതോ ഒരു ട്രെയിനെ ക്രോസ് ചെയ്തു. ഞാൻ ജസ്റ്റ് ലാസ്റ്റ് കോച്ച് മാത്രമേ കണ്ടുള്ളത്. എൻ്റെ ഒരു കണക്ക് വെച്ചത് എറണാകുളം പട്ന എക്സ്പ്രസ് ആയിരിക്കണം. ഇവിടെ നമുക്ക് 108 ഉണ്ട് കേട്ടോ. ഈ ഗാർഡ് സെക്ഷനിലും 108 അവിടെയാണ്. ഈ സ്ട്രെച്ച് റീസെൻ്റ്ലി ഒരു 130 kmph ഒരു ഇൻറ്റേർണൽ സ്പീഡ് ചെക്ക് നടത്തിയായിരുന്നു. നവംബർ 27 മറ്റോ CRSൻ്റെ ഇൻസ്പെക്ഷനുണ്ട്. ജോലാർപേട്ടയുടെ കോയമ്പത്തൂർ 130 kmph ഇൻസ്പെക്ഷനുണ്ട്. അതെങ്ങാനും പാസ്സായി കഴിഞ്ഞാൽ പിന്നുണ്ടല്ലോ ഈ ട്രെയിൻ പറക്കും. ഈ ട്രെയിനിൻ്റെ റണ്ണിങ് ടൈമിൽ എങ്ങനെ ഒരു 15 മിനിറ്റെങ്കിലും നമുക്ക് പിന്നെ കുറയ്ക്കാൻ പറ്റും. അവർ കുറയ്ക്കില്ല, അവരത് ബഫർ ടൈമിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ. ഇതൊരു ട്വിൻ സിംഗിൾ ലൈൻ ആയിരുന്നു. ഓപ്പോസിറ്റ് ലൈനിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ 2 സൈഡിലോട്ടും സിഗ്നൽ ഉണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ഡാനിഷ് പേട്ട് സ്റ്റേഷനിലേക്ക് എത്താണ്. ഡാനിഷ് പേട്ടാണ് ഈ ഗാർഡ് സെക്ഷൻ എൻഡ്. ലോക്കൂർ മുതൽ ഡാനിഷ് പേട്ട് വരെ ആയിരുന്നു ട്വിൻ സിംഗിൾ ലൈന്. ഇത് കഴിഞ്ഞ് വീണ്ടും ഡബിൾ ലൈനാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ബെവറേജാണ്. ഞാൻ കോഫി ചോദിച്ചത്. അപ്പോൾ നമ്മളങ്ങനെ കറക്റ്റ് ടൈമായിരുന്നു. മാഗ്നസൈഡ് ബൈപ്പാസ് ക്യാബിനാണ്. ഓമലൂർ സൈഡിലേക്കുള്ള ലൈനുകളാണ് പോയത്. ഇവിടെ താഴെ കൂടെ ബൈപ്പാസ് ലൈൻ പോകുന്ന കാണാം. ആണ് മാഗ്നസൈഡ് ജംഗ്ഷൻ ക്യാബിൻ. ഇതാണ് ഓമലൂർ ഭാഗത്തേക്ക് പോകുന്ന ലൈൻ. സേലം സൈഡിൽ നിന്ന് വന്ന് ഓമലൂർ ഭാഗത്തേക്ക് പോകുന്ന ലൈൻ. നമ്മുടെ ഇൻ്റർസിറ്റി എക്സ്പ്രസ് അതുപോലെ കോയമ്പത്തൂർ, ബാംഗ്ലൂർ, വന്ദേ ഭാരത്തേക്ക് ഇത് വേണം. നമ്മളിപ്പോൾ വളരെ പെട്ടെന്ന് സേലത്തോട് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മളങ്ങനെ സേലം ജംഗ്ഷനോട് എടുത്തുകൊണ്ടിരിക്കുന്നു. സമയം ഇപ്പോൾ 8:11, 8:13 നമ്മുടെ ഷെഡ്യൂൾ അറൈവൽ ടൈം. ഇപ്പോഴും സമയത്ത് കയറി ചെല്ലുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ വലിയ ഡിലേയിലാണ് എന്തായാലും കയറി ചെല്ലും. ആ കാണുന്ന ഇലക്ട്രിഫൈഡ് ലൈനാണ് നമ്മുടെ ഇവിടുന്ന് വരുന്ന ലൈന്. മാഗ്നസൈഡ് ബൈപ്പാസിൽ മാഗ്നസൈഡ് ജംഗ്ഷനിൽ ഞാനൊരു ലൈൻ കാണിച്ചിട്ടുണ്ട്, ബൈപ്പാസ് ലൈൻ എന്ന് പറഞ്ഞാൽ. അതാണ് ആ ബൈപ്പാസ് ലൈൻ. അതവിടെ നേരെ സേലം സ്റ്റേഷനിലേക്ക് അത് കയറും. ഇതൊരു ബൈ ഡയറക്ഷൻ സിംഗിൾ ലൈൻ കേട്ടോ. ഒരു ബൈ ഡയറക്ഷൻ സിംഗിൾ ലൈനാണിത്. അപ്പോൾ സേലം സൈഡിൽ നിന്ന്, അതായത് നമ്മുടെ ഈ നാമക്കൽ സൈഡിൽ നിന്നൊക്കെ വന്നിട്ട് സേലം വഴി കടന്ന് ടുവേർഡ്സ് ഓമലൂർ പോകുന്ന ട്രെയിനുകൾ ഈ ലൈൻ വഴിയാണ് നേരെ അങ്ങോട്ട് പോകുന്നത്. അവർ മെയിൻ ലൈനിലൂടെ കയറി തന്നെയില്ല. അവർ സേലം ജംഗ്ഷൻ ഈ ലൈൻ വഴി തന്നെ ഓടി നിന്ന് ഓമലൂർ ഭാഗത്തേക്ക് പോകും. പിന്നെ നമ്മൾ സേലം ജംഗ്ഷനിലൂടെ കയറാൻ പോകണം. നമ്മൾ ജസ്റ്റ് സേലം ജംഗ്ഷനിൽ കയറുകയാണ്. ഈ സൈഡിലേക്ക് വരേണ്ട കാരണം വെച്ചാൽ ഇവിടെ ചെന്നൈയിലേക്ക് പോകുന്ന വന്ദേ ഭാരത് വരാറായിട്ടുണ്ട്. കോയമ്പത്തൂർ ചെന്നൈ വന്ദേ ഭാരത്. ഇതാ വരുന്നു.
സാഫ്രൻ വന്ദേ ഭാരത് മീറ്റിംഗ് വൈറ്റ് വന്ദേ ഭാരത്. അത് കോയമ്പത്തൂർ ചെന്നൈ വന്ദേ ഭാരതാണ്. ഇതിൻ്റെ ചെന്നൈ കോയമ്പത്തൂർ ട്രിപ്പിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഓപ്പോസിറ്റ് നമ്മൾ ചെയ്യണം. ഏകദേശം 130 km ആയി കഴിഞ്ഞു വരിക. അത് മെയ്റ്റ് കാറിലേക്കാണ്, നമ്മൾ എയ്റ്റ് കാറിലേക്കാണ്. സമയം 8:15. ആ കിടക്കുന്നത് തിരുനെൽവേലിക്ക് പോകുന്ന നവയുഗ് എക്സ്പ്രസ് ആണ്. കട്ര തിരുനെൽവേലി നവയുഗ് എക്സ്പ്രസ് ആണ് കിടക്കുന്നത്. അതിന് നമ്മളിവിടെ വെച്ച് ഓവർടേക്ക് ചെയ്യണം. നമ്മുടെ സ്റ്റാർട്ടർ റെഡാണ്, പക്ഷേ അഡ്വാൻസ് പച്ചയാണ്. അപ്പോൾ അതിൽ നിന്ന് ആവശ്യം നമ്മുടെ സിഗ്നലാവും. സ്റ്റാർട്ടർ ആയി കഴിഞ്ഞു. വണ്ടി നിർത്തിയുള്ള സ്റ്റാർട്ടറായി. എല്ലാം വളരെ പെട്ടെന്നാണ്. ഡോറടേ അപ്പോൾ ഡോറടഞ്ഞു. സമയം 8:17. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 4 മിനിറ്റോളം ലേറ്റാണ്. ഒരു 3-4 മിനിറ്റ് ലേറ്റാണ്. റണ്ണിങ്ങിലും മേക്കപ്പ് ചെയ്യും, സീനില്ലാത്ത കാര്യമാണ്. അപ്പോൾ നമ്മളങ്ങനെ സേലത്തുനിന്ന് പുറപ്പെട്ടു. സമയം 8:18 എൻ്റെ വാച്ചിൽ. ഈറോഡിൻ്റെ 30494 ആയിരുന്നു. അങ്ങേ അറ്റത്ത് കിടക്കുന്നത് സേലം ചെന്നൈ സൂപ്പർ ഫാസ്റ്റാണ്. ഈ ട്രെയിൻ അടുത്ത മാസം വരെ LHB വരും. അപ്പോൾ നമ്മളങ്ങനെ സേലത്ത് പുറപ്പെട്ടു. നമ്മുടെ അടുത്ത സ്റ്റോപ്പിന് ഈറോഡാണ്. ഈ ലെഫ്റ്റിലോട്ട് പോകുന്ന ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത് വിരുദാചലം പോകുന്ന ലൈനാണ്. വിരുദാചലം അവിടെ മുകളിൽ കൂടെ ഒരു പാലം പോകുന്ന കാണുന്ന നാഷണൽ ഹൈവേ ആണ്. നമ്മളൊരു ബസ് യാത്ര ചെയ്തിരുന്നു. ഇവിടെ നമ്മുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലുള്ള ലൈൻ എന്ന് പറയുന്നത് കരൂർ പോകുന്ന ലൈനാണ്. നാമക്കൽ വഴി കരൂർ. ഈ ലൈനുകളിലെല്ലാം നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ. വിരുദാചലം ലൈനിൽ നമ്മൾ പോയിട്ടുണ്ട്, കരൂർ ലൈനിൽ നമ്മൾ പോയിട്ടുണ്ട്. വിരുദാചലം ലൈൻ കുറച്ച് കാലം മുന്നെയാണ്. ഉദയ എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്തു. ഞാനത് ക്രോസിങ് പിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് നോക്കായിരുന്നു. അപ്പോഴേക്കും പോയി. ഈ ഉദയ എക്സ്പ്രസ് ആണ് പാലക്കാട്ടേക്ക് നീട്ടണമെന്ന് പറയുന്നത്. പക്ഷേ പാലക്കാട്ടിൽ എക്സ്റ്റൻഷൻ ഇതുവരെ നടന്നിട്ടില്ല. പാലക്കാട്ടേക്കുള്ള എക്സ്റ്റൻഷൻ നടന്നിട്ട് നമുക്കല്ലോ ട്രിപ്പ് നടത്താം. ഞാൻ ഇന്നലെ ശരിക്കും ഉദയ എക്സ്പ്രസ്സിനാണ് ബാംഗ്ലൂർ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മറ്റ് പല കാരണങ്ങൾ കൊണ്ട് ഞാൻ ഗരീബത്തിലേക്ക് മാറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഉദയ എക്സ്പ്രസ്സിനെ പാലക്കാട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് യാത്ര ചെയ്യാം. अगला स्टेशन ईरोड है. ഈറോഡ്. ഈ അനൗൺസ്മെന്റ് ഭയങ്കര ബോറായിട്ടുണ്ട് കേട്ടോ. आरामदायक यात्रा की कामना करती है. പറക്കലിന് ഒരു കുറവുമില്ല. ഇങ്ങനെ പറഞ്ഞാലേ നമുക്ക് ടൈം മേക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിൽ അതിശയമൊന്നുമില്ല. ಆರಾಮದಾಯಕ ಪ್ರಯಾಣವನ್ನು ಬಯಸುತ್ತದೆ. ഇതാണ് നെയ്ക്കാരപ്പട്ടി സ്റ്റേഷൻ. നെയ്ക്കാരപ്പട്ടി അല്ല, സോറി, വീരപാണ്ടി റോഡാണ്. നെയ്ക്കാരപ്പട്ടി നമ്മൾ പാസ് ചെയ്തു. വീരപാണ്ടി റോഡ് സ്റ്റേഷനാണ്. ഇതാണ് കോയമ്പത്തൂർ തിരുപ്പതി ഇൻ്റർസിറ്റി എക്സ്പ്രസ്. ഇതിന് നമ്മളൊരു end-to-end ട്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മകുടഞ്ചാവടി സ്റ്റേഷൻ ആയിരിക്കണം.
ഉടൻചാവടി. ഉടൻചാവടി ഭംഗിയുള്ള സ്റ്റേഷൻ. ഇവിടെ മുതലാണെന്ന് തോന്നുന്നു ട്രാക്കിൻ്റെ അലൈൻമെൻറ്റ് ചെറുതായിട്ട് മാറുന്നത്, രണ്ടിന് രണ്ട് വഴിക്ക് പോകുന്നത്. അതെ, ഇവിടെ മുതലാണ്. ഇത് മഴയല്ല കേട്ടോ. നമ്മളിതാ വീണ്ടും ഓപ്പോസിറ്റ് ലൈനിലെ കണ്ടുമുട്ടി. നമ്മളിപ്പോൾ മാവേലിപാളയം സ്റ്റേഷനിലാണ്. ഉടൻചാവടിയിൽ നിന്ന് മാവേലിപാളത്തേക്ക് 13 കിലോമീറ്റർ ഉണ്ടാകും. ആ 13 കിലോമീറ്റർ ദൂരം രണ്ട് അലൈൻമെൻറ്റിലാണ് പോകുന്നത്. ഇപ്പം നമ്മൾ ചെന്ന് കയറാൻ പോകുന്നതാണ് മാവേലിപാളയം. എവിടെയും സ്റ്റോപ്പില്ല കേട്ടോ, നമ്മൾ പറഞ്ഞടിച്ച് പോകുന്നേ ഉള്ളൂ, സ്റ്റോപ്പൊന്നുമില്ല. 39365 ഇതേതാ വണ്ടി? കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ് ആണത്. വീണ്ടും രണ്ട് അലൈൻമെൻ്റ് ആണ്. അടുത്ത സ്റ്റേഷൻ ശങ്കരീദുർഗ് എത്തിയിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം വലിയൊരു യാർഡുണ്ട്. കാരണം ഇവിടുന്ന് അടുത്തായിട്ടാണ് ശങ്കർ സിമൻസിൻ്റെ ഒരു ഫാക്ടറി ഉള്ളത്. ശങ്കരീദുർഗിൽ ഒരു കോട്ടയുണ്ട്. കോട്ട നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരു വലിയ യാർഡുണ്ട്, ഇവിടുന്ന് കാണാൻ പറ്റില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് കാണിച്ചിരുന്നു. ഈ റൈറ്റിലോട്ട് പോകുന്ന ലൈന് ഇത് ശങ്കർ സിമൻസിൻ്റെ യൂണിറ്റിലോട്ട് പോകുന്ന ലൈനാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നു കണ്ടിട്ട്. ഫുള്ള് പുല്ലും മൂടി കിടക്കുകയാണ്. അനങ്കൂർ സ്റ്റേഷൻ. ഇപ്പുറത്തേ കാണുന്നതാണ് കരൂർ സൈഡിൽ നിന്ന് വരുന്ന ലൈന്. കരൂർ റോഡിൽ പൂർണ്ണമായി നിർത്തിയതിനു ശേഷം മാത്രം ദയവായി ശ്രദ്ധാപൂർവ്വം ഇറങ്ങുക. അങ്ങനെ ഈ റോഡ് സ്റ്റേഷനിലേക്ക് കയറുന്നു. നമ്മൾ കുറച്ച് നേരം ഹോം സിഗ്നലിൽ കിടന്നാൽ കേട്ടോ, ഒരു 5 മിനിറ്റോളം ഹോം സിഗ്നലിൽ കിടന്നു. 3779 സ്റ്റേഷനോട്ട് കയറാൻ പെർമിഷൻ കാത്ത് കിടക്കുന്നുണ്ട്. ഈ റോഡ് ലൊക്കേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മളവിടെ ഹോം സിഗ്നലിൽ കിടക്കുന്ന സമയത്തായിരുന്നു കോയമ്പത്തൂർ ബാംഗ്ലൂർ വന്ദേ ഭാരത് എക്സ്പ്രസ് കടന്നു വരുന്നത്. നമുക്ക് കാണാൻ പറ്റിയില്ല, ഞാൻ വേറെ ട്രെയിനിൽ കണ്ടതാണ്. നമ്മൾ ഈറോഡ് ജംഗ്ഷനിലൂടെ കയറുന്നു. സമയം ഇപ്പോൾ 9:09. നമ്മൾ 9 മണിക്ക് ഇവിടെ എത്തേണ്ടതായിരുന്നു. ഏകദേശം 10 മിനിറ്റ് അടുത്ത് ഡിലേ ഉണ്ട്. ഇവിടെ വെച്ച് മിക്കവാറും ക്രൂ ചേഞ്ച് ഉണ്ടാവും നമുക്ക്.
Doors are opening. Doors open on right side. दरवाजे दाएं तरफ പറഞ്ഞ പോലെ തന്നെ ക്രൂ ചേഞ്ച് ഉണ്ട്. പുതിയ ക്രൂവിനുള്ള ബോക്സ് ലൈൻ ബോക്സ് കയറുന്നുണ്ടോ? പുതിയ ക്രൂ ഇവിടെ നിന്ന് കയറുന്നുണ്ട്. സമയം ഇപ്പോൾ 9:11 ഇതവിടെ മുകളിൽ നിന്ന് എ സിയുടെ വെള്ളം വീഴുന്നുണ്ട്. എ സി കണ്ടൻസേറ്റ് വെള്ളം വീഴുന്നുണ്ടോ? ആ വെള്ളമാണ് ഗ്ലാസിന് മുകളിലൊക്കെ വീഴുന്നത്. പുതിയ ക്രൂ ജസ്റ്റ് കയറുന്നു. നമുക്കൊന്ന് തിരിച്ച് ട്രെയിനിലോട്ട് കയറി നിന്നേക്കാം. വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് ആണ് 22661 അരക്കോണത്തിന് വാബ് 4. വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്സിന് ജനുവരി മുതൽ LHB കോച്ച് കിട്ടും. പിന്നെ LHB കിട്ടിയിട്ട് നമുക്കൊരു ട്രിപ്പ് കൂടെ പോകാം. നമ്മൾ ഒരു പ്രാവശ്യം വെസ്റ്റ് കോസ്റ്റിന് end to end യാത്രയുണ്ട്, മാംഗ്ലൂർ ടു ചെന്നൈ സെൻട്രൽ. ആ വീഡിയോ നമ്മുടെ ചാനലുണ്ട്. ഇനി LHB വന്നിട്ട് നമുക്കൊരു പ്രാവശ്യം ട്രാവൽ ചെയ്യണം. ഒരു ഹോളിഡേ കിട്ടും. ആരെയാണെന്നറിയില്ല, നമ്മുടെ എല്ലാം തോന്നുന്നു. കാരണം നമ്മുടെ ലൈറ്റൊന്നും മിന്നുന്നില്ല എപ്പോഴും. നമ്മുടെ സ്റ്റാർട്ടർ ഇപ്പോഴും റെഡാണോ? അവന്മാർ നമ്മുടെ തൊട്ട് മുന്നിലായിട്ട് പട്ന എറണാകുളം സൂപ്പർ ഫാസ്റ്റിനെ വിട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ ഫ്രണ്ടിൽ കൂടെ പോകുന്നതുകൊണ്ടാണ് ഇത്ര ഡിലേ. നമ്മുടെ ഡോർ അടഞ്ഞു. അപ്പോൾ അവൻ ഫ്രണ്ടിൽ പോകുന്നതാണ് ഡിലേ. അപ്പോൾ അവന് മിക്കവാറും വഴിയിൽ എവിടെയെങ്കിലും വിട്ട് ഓവർടേക്ക് ചെയ്യും നമ്മൾ. വാതിലുകളായിരുന്നു. ಬಾಗಿಲುಗಳು ಮುಚ್ಚುತ್ತಿವೆ. അപ്പോൾ നമ്മളങ്ങനെ 9:16 ഇറങ്ങി തുടങ്ങി. ഡിലേഡാണ്. അവിടെ കോച്ച് ക്ലീനിങ് നടക്കുന്നുണ്ട്. ഈ റോഡ് ഒരു ക്ലീൻ ട്രെയിൻ സ്റ്റേഷനാണ്. എല്ലാവർക്കൊന്നുമില്ല കേട്ടോ. സെക്കൻഡ് ക്ലാസ്സിലൊക്കെ സീറ്റ് കാലിയുണ്ട്. സൺഡേ മോർണിംഗ് ആണ്. ജനുവരി പകുതിയോടുകൂടി വെസ്റ്റ് കോസ്റ്റിനും മാംഗ്ലൂർ മെയിലിനും LHB കിട്ടും. അപ്പം അങ്ങനെ നമ്മൾ ഈറോഡ് ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു. ഇപ്പോൾ ഏകദേശം ഉത്തുക്കുളി എത്താറായി. ഞാൻ വൈറസ്മി ട്രെയിൻ കണ്ടത് വെച്ച് നമ്മുടെ പട്ന എറണാകുളം എക്സ്പ്രസ്സായിട്ട് ഉത്തുക്കുളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളതിന് വേണ്ടിയിട്ട് ഓവർടേക്ക് ചെയ്യും. ഒരു G9 ഹോൾഡ് വണ്ടിയാണ് പോയത്. വേറെ ഒന്നും ഇവിടെയില്ല. കോയമ്പത്തൂർ നാഗർകോവിൽ എക്സ്പ്രസ് ആവാൻ സാധ്യതയുണ്ട്. ഉത്തുക്കുളി എത്തുന്നു. ഉത്തുക്കുളി എന്ന് പറയുന്നത് നമ്മുടെ അൺസോൾട്ടഡ് ബട്ടറിന് വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. വൈറ്റ് ബട്ടർ. നമ്മുടെ ബട്ടർ ഉണ്ടാക്കുന്ന മെത്തേഡിൻ്റെ വ്യത്യാസമാണെന്നാണ് പറയുന്നത്. എനിക്ക് എക്സാക്ട്ലി അറിയില്ല ഡീറ്റെയിൽസ്. പക്ഷേ വെണ്ണയ്ക്ക് വളരെ ഫേമസ് ആണ് ഈ സ്ഥലം. ഇതിനെപ്പറ്റി കഴിഞ്ഞിടയ്ക്ക് ഞാനവിടെ ഒരു ഡോക്യുമെൻ്ററി കണ്ടു. മെയിൻ ലൈനിൽ ഫ്രൈറ്റ് കിടക്കുന്നുണ്ട്. ടു 2726 അരക്കോണത്തിന് പാലക്കാട് ട്രിച്ചി പാസഞ്ചർ എക്സ്പ്രസ്. അപ്പുറത്ത് നമ്മുടെ എറണാകുളം പട്ടണമൊക്കെയുണ്ട്. ഇതാണ് പട്ന എറണാകുളം.
നമ്മളങ്ങനെ തിരുപ്പൂർ സ്റ്റേഷനിലേക്ക് എത്തണം. Tirupur Station. दरवाजे खुल रहे हैं। അപ്പം നമ്മളങ്ങനെ നമ്മുടെ ലൂപ്പിലോട്ട് കയറി. ലിഫ്റ്റ് തുറക്കുന്നു. നമ്മൾ അങ്ങോട്ട് പോയി ഗരീബ്രത്തിന് തിരുപ്പൂരിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല. ഞാൻ രാത്രിയിൽ തിരുപ്പൂർ സ്കിപ്പ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് വരുന്ന വന്ദേ ഭാരത്തിന് ആ കിടന്ന് EDLSൻ്റെ 37222 ആപ്പ് 7. ഇത് കോയമ്പത്തൂർ LTT എക്സ്പ്രസ് ആയിരിക്കും. Please remember to take all your belongings with you. അങ്ങനെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. സമയം 9:51. ದಯವಿಟ್ಟು ನಿಮ್ಮ ಎಲ್ಲ ವಸ್ತುಗಳನ್ನು ನಿಮ್ಮೊಂದಿಗೆ ತೆಗೆದುಕೊಳ್ಳಲು ಮರೆಯದಿರಿ. നിങ്ങളുടെ എല്ലാ സാധനങ്ങളും നിങ്ങളുടെ കൈവശമുള്ളതായി ദയവായി ഉറപ്പാക്കുക. உங்களின் அனைத்து பொருள்களையும் உங்களுடன் எடுத்து செல்ல மறக்காதீர்கள். Doors open on left side. അപ്പോൾ നമ്മളങ്ങനെ തിരുപ്പൂർ എത്തി. ഇവിടെ നല്ല ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട് പ്ലാറ്റ്ഫോമിന്. നല്ല ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ സ്റ്റാർട്ടർ റെഡാണ്. ഇപ്പോൾ നല്ലൊരു സെൽഫി സ്പോട്ട് ഉണ്ട്. എനിക്ക് ഇലക്ഷൻ സമയത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പോകാനുള്ള സിഗ്നലായി കഴിഞ്ഞു. ഡോർ അടഞ്ഞാൽ മതി. വാതിലുകൾ അടയുന്നു. ഇപ്പോൾ ഡോർ അടയുന്നതിൻ്റെ ഇൻഡിക്കേഷൻ വന്നു കഴിഞ്ഞു. Doors are closing. Seat बंद हो रही है. സമയം 9:54. വാതിലുകൾ അടയുന്നു. ബാഗിലുകൾ 7 മിനിറ്റ് ലേറ്റാണ് ഇപ്പോൾ. ഇനി നമ്മൾ അടുത്ത സ്റ്റോപ്പ് കോയമ്പത്തൂർ ജംഗ്ഷനിലാണ്. കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് ഇവിടുന്ന് ഏകദേശം 50 കിലോമീറ്റർ ഉണ്ട്. 51 കിലോമീറ്റർ എക്സാക്റ്റായിട്ട് പറഞ്ഞു. 51 കിലോമീറ്റർ നമ്മൾ 10:33 അവിടെ എത്തണം. അതായത് 39 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ 51 കിലോമീറ്റർ ഓടി എത്തണം. എന്നാൽ നോൺ ടൈം പറ്റാഴികയൊന്നുമില്ല. നമ്മളങ്ങനെ ഇരികൂർ എത്തുകയാണ്. ഇരികൂർ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാൻ പോകണം. ഇപ്പം ഇരികൂറിൽ നിന്നാണ് ബൈപ്പാസ് ലൈൻ കയറി പോകുന്നത് പോത്തന്നൂർ ഭാഗത്തേക്ക്. ഈ ട്രെയിൻ പണ്ട് സ്പെഷ്യൽ ട്രെയിനിൽ ഓടിയ കാലത്ത് ഇത് ബൈപ്പാസ് ലൈൻ വഴിയായിരുന്നു ഓടിയിരുന്നത്. അന്ന് അവൻ ഇരികൂറിൽ നിന്ന് നേരെ പോത്തന്നൂരിലേക്ക് പോകുമായിരുന്നു. റെഗുലർ ആക്കിയപ്പോൾ അവർ കോയമ്പത്തൂർ ജംഗ്ഷൻ വഴിയാക്കി സർവീസ്. ആക്ച്വലി എനിക്കൊന്നും സാധാരണ റെയിലേക്ക് നല്ല പേടിയുണ്ടായിരുന്നു തോന്നുന്നു, നേരെ എറണാകുളം ഓടിക്കുന്നത് സക്സസ് ആവുമോ എന്നുള്ളത്. പക്ഷേ നമ്മൾ മലയാളികൾ വന്ദേ ഭാരതിനങ്ങനെ കൈ ഒഴിയില്ല എന്നുള്ളത് ഈ ട്രെയിൻ വീണ്ടും തെളിയിച്ചിരിക്കുന്നു. കാരണം റിസർവേഷൻ ഓപ്പണായി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ വണ്ടികൾ വെയിറ്റിംഗ് ലിസ്റ്റായി. എല്ലാ ദിവസവും വെയിറ്റിംഗ് ലിസ്റ്റാണ് ഈ വണ്ടി. മലയാളികൾക്കെല്ലാം വന്ദേ ഭാരത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ജീവനാണ് നമുക്ക്. ഇതായിരുന്നു ഇരികൂർ സ്റ്റേഷൻ. ഞായറാഴ്ച തോന്നുന്നു യാർഡ് കാലി. അല്ലെങ്കിൽ ഇവിടെ എപ്പോഴും എങ്ങനെ ഒന്നോ രണ്ടോ പെട്രോളിയം ടാങ്കേഴ്സ് ഉണ്ടാവേണ്ടതാണ്.
പോകുന്ന ലൈനാണ് പോത്തന്നൂർ ബൈപ്പാസ് ലൈൻ. ഇത് നേരെ പോത്തന്നൂർ കയറും, കോയമ്പത്തൂർ അവോയ്ഡ് ചെയ്ത് ഇരിക്കൂറിൽ നിന്ന് പോത്തന്നൂർ കയറും. അതാണ് ശരിക്കും മെയിൻ ലൈൻ. കിലോമീറ്ററേജ് അങ്ങനെ അങ്ങ് പോകും. നമ്മളിപ്പോൾ കയറിയിരിക്കുന്ന ലൈൻ എന്ന് ഇരിക്കൂർ, കോയമ്പത്തൂർ, പോത്തന്നൂർ ലൈനാണ്. ഇതിലെ കാറ്ററിംഗ് സ്റ്റാഫിൻ്റെ അവസ്ഥയാണ്, അവർക്ക് മര്യാദ കിടക്കാനുള്ളൊരു സ്ഥലം കൊടുത്തില്ല, റെസ്റ്റ് ചെയ്യാനും കിടക്കാനൊന്നൊരു സ്ഥലം കൊടുത്തില്ല. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ 2 ചെറിയ സീറ്റുകൾ മാത്രമാണ്. ഇത് രാത്രി 11 മണിക്ക് ബാംഗ്ലൂരിൽ, അടുത്ത ദിവസം രാവിലെ 5 മണിക്ക് വീണ്ടും ട്രിപ്പ് ഇടാനാണ്. ഇവിടെ കിടന്ന് ഉറങ്ങാനിടെ ഒരു പാവങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല. ഇതിനൊക്കെ എന്തെങ്കിലും സൗകര്യം ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു റെയിൽവേ. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ നോർത്ത് സ്റ്റേഷനിലേക്ക് എത്തുന്നു. ദൂരെ കാണുന്ന മലകളാണ് ഊട്ടി, നീലഗിരീസ്. ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുന്ന് വരുന്ന ലൈൻ, മേട്ടുപ്പാളയത്തു നിന്ന് വരുന്ന ലൈൻ. മേട്ടുപ്പാളയത്ത് വരുന്ന ബ്രോഡ് ഗേജ് ലൈനാണ് കാണുന്നത്. അപ്പം അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ നോർത്ത് സ്റ്റേഷനിലേക്ക് കയറാണ്. ഇതാണ് കോയമ്പത്തൂർ നോർത്ത് സ്റ്റേഷൻ. സ്റ്റോപ്പില്ല, സ്കിപ്പാണ്, റൺ ത്രൂ ആണ്. നമ്മൾ നേരെ കോയമ്പത്തൂർ ജംഗ്ഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 1 പോയി നിൽക്കുള്ളൂ. സമയം 10:25, 10:33 കോയമ്പത്തൂർ ജംഗ്ഷൻ അറൈവൽ ടൈം. നമുക്കിനി ഒരു 8 മിനിറ്റും കൂടി ഉണ്ട്. അത്രയും സമയം ആവശ്യമില്ല. ബിഫോർ ടൈം എത്തുന്നത് ഉറപ്പാണ് കോയമ്പത്തൂർ. അതല്ല, it will be just driving around ഇങ്ങനെ പറഞ്ഞാൽ ആ കാണുന്ന പള്ളിക്കപ്പുറത്തായിരുന്നു എൻ്റെ കിൻഡർ ഗാർട്ടൻ സ്കൂള്. LKG, UKG ഇവിടെ പഠിച്ചത്. LKG മാത്രമേ ഇവിടെ പഠിച്ചു, UKG ഇവിടെയല്ല പഠിച്ചത്. നമ്മളങ്ങനെ കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് കയറി. അപ്പം നമ്മളങ്ങനെ കോയമ്പത്തൂർ ജംഗ്ഷനിലോട്ട് കയറുകയാണ്. നമ്മൾ പ്ലാറ്റ്ഫോം 1 ആയിരിക്കണം പോകുന്നത്. പ്ലാറ്റ്ഫോം 1 നമ്മൾ പോകുന്നത്. ഈ റോഡിന് 39446 കിടക്കുന്ന ഒറ്റയ്ക്ക് പണിയിലാണ് ഈ റോഡ് സൈഡിൻ്റെ. भारतीय रेल के साथ यात्रा करने के लिए आपका धन्यवाद. നമ്മൾ ജസ്റ്റ് പ്ലാറ്റ്ഫോം 1 കയറിയിരിക്കുകയാണ്. ಭಾರತೀಯ ರೈಲ್ವೆಯಲ್ಲಿ ಪ್ರಯಾಣಿಸಿದ್ದಕ್ಕಾಗಿ ವಂದನೆಗಳು. ഇവിടെ 2 സൈഡിലും ഡോർ തുറക്കും. കാര്യം ഇതൊരു ഡബിൾ ഡിസ്ചാർജ് പ്ലാറ്റ്ഫോമാണ്. സമയം 10:31. അപ്പോൾ 2 മിനിറ്റ് ഹെഡ് ഓഫ് സ്കെഡ്യൂൾ. Away from eating all the way because I want to enjoy some good South Indian food. Doors open on front side. 10:32, 10:33 വാല് വന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റാർട്ടർ ഓൾറെഡി മഞ്ഞാണ്, അപ്പോൾ പെട്ടെന്ന് എടുത്ത് പോകാം. പക്ഷേ 35 പോയി. 2 മിനിറ്റും കൊണ്ടുപോകും ഷെഡ്യൂൾ ഡിപ്പാർട്ടെത്താൻ. അടുത്ത് കട വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ലൈറ്റായിട്ട് മേടിച്ച് കഴിക്കാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു, പക്ഷേ ഒന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ 2 സൈഡിലും വാല് തുറന്നിട്ടുണ്ട്. കണ്ട അപ്പുറത്തും ഇപ്പുറത്തും വാല് തുറന്നിട്ടുണ്ട്. കാര്യം ഇത് ഡബിൾ ഡിസ്ചാർജ് പ്ലാറ്റ്ഫോമാണ്. അപ്പുറത്തോടെ ഇപ്പുറത്തോടെ നമുക്ക് ഇറങ്ങാം. അതുകൊണ്ടാണ് 2 സൈഡിലും വാല് തുറക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രമേ ഉള്ളൂ തോന്നുന്നു അങ്ങനെ സദേൺ റെയിൽവേയിൽ. വേറെ സ്റ്റേഷനിലൊന്നും ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഈ പ്ലാറ്റ്ഫോമിൽ പുറത്തിറങ്ങാൻ ഒപ്പമുണ്ട്. ഡോർ അടയായി കഴിഞ്ഞു. വാതിലുകൾ അടയുന്നു.
35 കൃത്യം. ಬಾಗಿಲುಗಳು ಮುಚ್ಚುತ್ತಿವೆ. 35 വാനടയൊക്കെ ചെയ്ത ശേഷം ഇതുവരെ വിട്ടിട്ടില്ല. അടുത്ത 10:36, 1 മിനിറ്റ് ലേറ്റായി. അപ്പോൾ അങ്ങനെ കോയമ്പത്തൂർ ജംഗ്ഷനിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. यहीं से 13 आदमी है जी, 24 28 खाना वाला नाश्ता वाला नहीं ना अभी सबको हो. ഈ വരുന്നതാണ് നമ്മുടെ ബൈപ്പാസ് ലൈൻ, നമ്മുടെ ഇരുപൂർ പോകുന്ന ബൈപ്പാസ് ലൈൻ. നമ്മൾ പോത്തന്നൂർ സ്റ്റേഷനിലേക്ക് കയറാൻ പോവാണ്. ഇതിനുള്ള അപ്പുറത്ത് കൂടെ നമ്മുടെ ഷൊർണൂർ കോയമ്പത്തൂർ പാസഞ്ചർ കടന്നുപോയി. നമുക്ക് പോത്തന്നൂർ സ്റ്റേഷനോട്ട് കയറും. അവിടെ നിന്ന് നമ്മൾ പാലക്കാട് ലൈനിലേക്ക് പോകും. एवं आरामदायक यात्रा की कामना करती है. ഇതാണ് പോത്തന്നൂർ ജംഗ്ഷൻ. നമ്മൾ എ ലൈനിലോട്ട് കയറുകയാണ്. നമ്മൾ എ ലൈൻ വഴിയാണ് പോകുന്നത്. ഇപ്പം മധുക്കര വരെ നല്ല സ്പീഡിൽ പോകും. അവിടെ നിന്ന് അങ്ങോട്ടാണ് സ്പീഡ് റെസ്ട്രിക്ഷൻ വരുന്നത്. ഇതും ഒരു ട്വിൻ സിംഗിൾ ലൈനാണ്. നമ്മളിപ്പോൾ എല്ലാ ട്വിൻ സിംഗിൾ ലൈനുകൾ എ ലൈനിലാണ്, അപ്പുറത്തെ ലൈനിൽ ബി ലൈൻ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മളല്പം മുന്നിലായിട്ട് പാലക്കാട് ഡിവിഷനിലേക്ക് കയറും. പോത്തന്നൂർ നമ്മൾ ഇറങ്ങിയപ്പോൾ റൈറ്റ് സൈഡ് ട്രാക്ക് കയറി പോകുന്നുണ്ടാവും. അത് മധുരയിലേക്ക് പോകുന്ന ട്രാക്കാണ്, പൊള്ളാച്ചിയിലേക്ക്, പൊള്ളാച്ചി, ഡിണ്ടഗൽ, മധുരൈ. ആ ട്രാക്ക് ഇവിടെ വെച്ച് നമ്മുടെ മുകളിൽ കൂടെ കടന്നു പോകും. നമ്മുടെ മുകളിൽ കൂടെ കടന്നു പോയത് അല്പം മുന്നിലായിട്ട് ഇവിടെ മുതൽ നമ്മൾ പാലക്കാട് ഡിവിഷനിലേക്ക് കയറി. നമ്മളങ്ങനെ മധുക്കര സ്റ്റേഷനിലാണ്. ഞാൻ എല്ലാ പ്രാവശ്യം കാണിക്കാറുള്ള മധുക്കരയിലെ അമ്പലം. മധുക്കര സ്റ്റേഷൻ കഴിഞ്ഞു. നമ്മൾ ജസ്റ്റ് ഘാട്ട് സെക്ഷനിലോട്ട് കയറാൻ പോകുന്നു. ഇവിടുന്ന് മുതൽ നമുക്ക് 65 kmph സ്പീഡ് ലിമിറ്റ് ഉണ്ട്. ഘാട്ട് സെക്ഷൻ ബിഗിൻസിൽ ബോർഡ് കാണാം. ഇവിടുന്ന് 65 kmph സ്പീഡ് ലിമിറ്റ് ഉണ്ട്. ഇനി നമ്മൾ ഏകദേശം ചുള്ളിമട എത്തുന്നവരെ നമുക്ക് ഈ സ്പീഡ് ലിമിറ്റാണ്. മിക്കവാറും കാടിനകത്ത് വെച്ച് നമ്മൾ മറ്റേ ടാറ്റാനഗറിനെ ക്രോസ് ചെയ്യും. എറണാകുളം ടാറ്റാനഗറിന് അത് മിസ് ചെയ്യാനാണ് സാധ്യത. നമ്മളിപ്പോൾ ഓടി വാളയാർ സ്റ്റേഷനിൽ വെച്ച് അതെല്ലാം കണ്ടാലേ ഉള്ളൂ, അല്ലെങ്കിൽ സാധ്യതയില്ല. അപ്പം അങ്ങനെ നമ്മൾ പാലക്കാട് പാസിലേക്ക് കയറുകയാണ്. പാലക്കാട് ഗ്യാപ്പ്, പാലക്കാട് പാസല്ല, സോറി, പാലക്കാട് ഗ്യാപ്പിലേക്ക് കയറുകയാണ്.
ഈ സെക്ഷൻ മഴക്കാലത്ത് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഇപ്പോൾ ഭംഗി കുറവാണെന്നല്ല, മഴക്കാലത്ത് കാണുമ്പോൾ വേറൊരു അഴക് തന്നെയാണ് ഈ സെക്ഷൻ. നമ്മൾ 64 km/h സ്പീഡ് ലിമിറ്റിൽ പാലിച്ച് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സ്ട്രെച്ചിലാണ് നമുക്ക് സമയം പോകുന്നത്. നമുക്ക് ഈ ഗാർഡ് സെക്ഷനിലും പിന്നെ അതുപോലെ ഇനി ഷൊർണൂർ കഴിയുമ്പോൾ പിന്നെ അറിയാമല്ലോ, ഷൊർണൂർ B കഴിഞ്ഞാൽ പിന്നെ 80 km/h ആണ്. അവിടെ നമുക്ക് കുറേ സമയം പോകും. നമ്മളിപ്പോൾ ജസ്റ്റ് എട്ടിമടയിലേക്ക് എത്തുന്നു. ആ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ അമൃത യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ പാർട്ടാണ്. ഇതാണ് എട്ടിമടൈ സ്റ്റേഷൻ. B ലൈൻ വേറെ അലൈൻമെൻറ്റ് എടുത്ത് പോയി. ഇനി ആ B ലൈൻ നമ്മൾ വാളയാർ സ്റ്റേഷനിൽ വെച്ച് മാത്രമേ കാണുള്ളൂ. വാളയാർ സ്റ്റേഷനിൽ വെച്ച് ടാറ്റാനഗറിനെ ക്രോസ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമ്മളങ്ങനെ ഏകദേശം കേരളത്തിലോട്ട് കയറാറായി. ഈ സൈഡ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പുതിയ ലൈനിന് വേണ്ടി ഒന്നുമല്ല കേട്ടോ. സൈഡ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ജസ്റ്റ് ആനിമൽസ് ഒന്നും സഡനായിട്ട് ട്രാക്കിലേക്ക് കടക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ്. കാര്യം ഇവിടെ ഇപ്പോൾ മൃഗങ്ങൾ വരെ നിൽക്കുന്നുണ്ടെങ്കിൽ ലോക്കൽ പൈലറ്റുമാർക്ക് നേരത്തെ അത് കാണാനും ട്രെയിൻ സ്പീഡ് കുറയ്ക്കാനും നിർത്താനൊക്കെ ഉള്ള സൗകര്യം കിട്ടും. അതിന് വേണ്ടിയാണ് ട്രാക്കിൻ്റെ സൈഡ് ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ലാണ്ട് പുതിയ ട്രാക്കൊന്നും വരുന്നില്ല ഇവിടെ. പുതിയ ട്രാക്ക് ടോട്ടലി പുതിയൊരു അലൈൻമെൻറ്റിൽ വരും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അപ്രൂവൽ ഘട്ടം വരെ ഒന്നും എത്തിയിട്ടില്ല. കാര്യം അതിന് ഒരുപാട് വൈൽഡ് ലൈഫ് ക്ലിയറൻസും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളങ്ങനെ വാളയാർ ഹോം സിഗ്നലിൽ വന്ന് നിൽക്കുകയാണ്. വാളയാർ ഹോം സിഗ്നലിൽ സാധാരണ എല്ലാ വണ്ടികളും നിർത്തിയെടുക്കാറുണ്ട്. അതൊരു ബ്രേക്ക് ടെസ്റ്റും കൂടിയാണെന്ന് തോന്നുന്നു. നമുക്ക് ക്ലിയറൻസ് കിട്ടി, നമ്മൾ അനങ്ങിയിട്ടാണ് വിട്ടു. നമ്മുടെ B ലൈൻ എന്ന് പറയുന്നത് അങ്ങ് ദൂരെ കാണുന്ന മലകളുടെ ഫുട് ഹിൽസ് വഴിയാണ് വരുന്നത്. കുറച്ചും കൂടി മലകൾക്ക് അടുത്തു കൂടിയാണ് അത് പോകുന്നത്. പുതിയ ലൈനുകളും അതിനോട് ചേർന്ന് തന്നെ വരും എന്നാണ് പറയപ്പെടുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് കേരളത്തിലോട്ട് കിടക്കും. ഒരു പാലമുണ്ട്, ആ പാലമാണ് ബോർഡർ. ഇതാണ് നമ്മുടെ ബോർഡർ. ഇവിടെയായിട്ട് വെൽക്കം ടു കേരള ഉണ്ട് തന്നെ. നമ്മളങ്ങനെ കേരളത്തിലോട്ട് കയറി ഉടനെ വാളയാർ സ്റ്റേഷൻ എത്തും. വാളയാർ സ്റ്റേഷൻ വെച്ച് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ടാറ്റാനഗർ നമ്മൾ ക്രോസ് ചെയ്യും. അതിന് ഒരുപാട് ഭാഗ്യം വേണം. കാര്യം ടൈമിങ് കറക്റ്റ് ആവണം. അതാണ് വാളയാർ സ്റ്റേഷൻ. ആ കാണുന്നത് മലബാർ സിമെൻസ് ആണ്. ഇത് വാളയാർ സ്റ്റേഷൻ. ക്രോസിംഗ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ വാളയാറ് കഴിഞ്ഞു.
ഗാർഡ് സെക്ഷൻ കഴിഞ്ഞു. നമ്മൾ ഉടനെ ചുള്ളിമട ക്യാബിൻ പാസ് ചെയ്യും. ഗാർഡ് സെക്ഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പതുക്കെ സ്പീഡ് പിടിച്ച് തുടങ്ങാം. ഇതായിരുന്നു ചുള്ളിമട ക്യാബിൻ. ഈ തോന്നുന്ന ക്യാബിൻ കഴിഞ്ഞ് സ്പീഡ് പിടിക്കണമെന്ന് പറഞ്ഞ പോലെ തന്നെ ക്യാബിൻ പാസ് ചെയ്യാൻ നമ്മൾ പതുക്കെ സ്പീഡ് പിടിച്ചു തുടങ്ങി. വൺ 110 ആണ് ഇവിടെ മാക്സിമം. അപ്പോൾ ഒരു മാക്സിമം ഒരു 108 വരെയൊക്കെ പോകാനും മേലെ അവർ പോവില്ല. വൺ 109 വരെ കയറി 110 അടിച്ചു. നമ്മളിപ്പോൾ കഞ്ചിക്കോട് സ്റ്റേഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു. വാളയാർ വെച്ച് നമ്മളിൽ നിന്നും വഴി പിരിഞ്ഞു പോയ ബി ലൈനിന് നമ്മൾ പതിയെ താമസിച്ചത് വീണ്ടും കാണും. ആ വരുന്നതാണ് ബി ലൈന്. വാളയാറിൽ നിന്ന് നമ്മളിൽ നിന്ന് വഴി തിരിഞ്ഞു പോയതാണ്. നമ്മൾ വീണ്ടും കണ്ടുമുട്ടി. ജസ്റ്റ് കഞ്ചിക്കോട് സ്റ്റേഷനിലേക്ക് കയറാൻ മതി. ഓബ്വിയസ്ലി നമുക്ക് സ്റ്റോപ്പില്ല. ബി ലൈനിൻ്റെ കാർ സെക്ഷൻ ഇവിടം വരെയാണ്. നമ്മൾ എ ലൈനിലാണ്. നമ്മൾ 2 വണ്ടികളെ ഘാട്ടിനിടയ്ക്ക് വെച്ച് മിസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ടാറ്റാനഗർ, 2 നമ്മുടെ ധൻബാദ്. 2നെ നമ്മൾ ഇതിനിടയ്ക്ക് വെച്ച് എവിടെയോ വെച്ച് മിസ് ചെയ്തു. ഇവിടെ എന്തോ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ചായിട്ട് ഇവിടെ പതുക്കെ വരുന്നത്. അങ്ങനെ കോട്ടക്കാട് ക്യാബിൻ. കോട്ടക്കാട് പാലം. ബേസിക്കലി മലമ്പുഴയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇതുവരെ വരുന്നത്. മലമ്പുഴ ഡാം അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് വെള്ളമൊന്നുമില്ല. നമ്മളിപ്പോൾ പാലക്കാടിലേക്ക് എത്തുകയാണ്. ട്രെയിൻ സ്റ്റേഷനിലേക്ക് അടുക്കുന്നു. പണിതിട്ടും പണിതീരാത്തൊരു ലെവൽ ക്രോസ് പാലമാണത്. ഒരുപാട് കാലെടുപ്പ് പണി നടക്കുന്നുണ്ട്. ഇതുവരെ പണി തീർന്നിട്ടില്ല. റെയിൽവേക്കാരെ പണി തീർന്നു, സ്റ്റേറ്റിൻ്റെ പണി തീർന്നിട്ടില്ല. നമ്മളങ്ങനെ പാലക്കാട് സ്റ്റേഷനിലേക്ക് കയറുന്നു. പലക്കട് എന്നാണ് വിളിച്ചു പറയുന്നത്. മൊത്തത്തിൽ അനൗൺസ്മെൻറ്റ്സിൽ പ്രൊണൗൺസിയേഷൻ മൊത്തം തെറ്റാണ്. കൃഷ്ണരാജാപുരം, കോയമ്പത്തൂർ, പലക്കട്, അങ്ങനെ കുറേ എണ്ണമുണ്ട്. പ്ലാറ്റ്ഫോം അപ്പുറത്തെ സൈഡിലാണ് വരിക. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മറ്റേ ബിലാസ്പൂർ എക്സ്പ്രസ് കിടക്കുന്നുണ്ട്. തിരുനെൽവേലി ബിലാസ്പൂർ. അതിൻ്റെ ഒന്നും വിഷ്വൽ ക്യാപ്ചർ ചെയ്തിട്ട് പ്ലാറ്റ്ഫോമിൻ്റെ സൈഡ് പിടിക്കാമെന്ന് വെച്ചിട്ടാവും. നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ ബോംദ ഷെഡിന് 43160. CPV റേക്കാണ്. CPV അല്ല, ഇത് NLG റേക്കാണത്. സോറി. ഇതാ കിടക്കുന്നു നമ്മുടെ
ಬಿಲಾಸ್ಪುರ ನಿಮ್ಮ ತಿರುನೆಲ್ವೇಲಿ ಎಲ್ಲ ಬಿಲಾಸ್ಪುರ ವಸ್ತುಗಳನ್ನು 37485 ನೆಮ್ಮದಿಗೆ ತೆಗೆದುಕೊಳ್ಳಲು Half bearing. Doors open on the left side. 11:27 നമ്മുടെ പാലക്കാടെത്തി. दरवाजे बाईं तरफ ഫുഡ് ലോഡിങ് ഉണ്ടാവണം. അങ്ങനെ പാലക്കാട് ജംഗ്ഷനിലെത്തി. ഇവിടുന്ന് ഫുഡ് ലോഡിങ് ഉണ്ട് എൻ്റെ അറിവിൽ. അപ്പുറത്ത് കുറേ പാത്രം വെച്ചില്ലായിരുന്നു, അവിടെ ലോഡ് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടർ ഇപ്പോഴും റെഡാണ്. പുറപ്പെടാൻ ഇനി സമയമുണ്ട്. ഇവിടുന്ന് 11:30 പോകും. 11:28 ആയതേ ഉള്ളൂ. സമയമുണ്ട്. അപ്പോൾ അങ്ങനെ പുറപ്പെടാനായി. ഡോറടയാറായി. 11:29. നമ്മൾ പുറപ്പെടുകയായി. വാതിലുകൾ അടയുന്നു. നമ്മൾ പെട്ടെന്ന് അവിടെ നിർത്തി എടുക്കുന്നതുകൊണ്ടേ മേടിക്കാൻ നല്ല വിശപ്പുണ്ടായിരുന്നു. ഇവിടെ എന്തെങ്കിലും മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വന്ദേ ഭാരത് വരുമ്പോൾ വേണ്ട സാധനം വരില്ല വണ്ടിയുടെ അടുത്തേക്ക്. എന്തെങ്കിലും സൊമാറ്റോ വഴി ഓർഡർ ചെയ്താൽ മതി. ആ ഒരു ബുദ്ധി പോയില്ല. 7:30 ബ്രേക്ക്ഫാസ്റ്റ് തന്നവർ. ഇനി 12:00 തൃശ്ശൂർ കഴിഞ്ഞിട്ട് ലഞ്ച് വരുന്നു. അത് ലോങ് ഗ്യാപ്പാണത്. അതിനിടയ്ക്ക് ട്രെയിനിലൊന്നും വിൽക്കാനോ ഒന്നും വരികയില്ല. നമ്മൾ കൃത്യസമയമായ 11:30 പുറപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ പാലക്കാട് ജംഗ്ഷൻ കഴിഞ്ഞു. സുഖപ്രദമായ യാത്ര ആശംസിക്കുന്നു. അതാരായിരുന്നു ഞാൻ പറയേണ്ട ആവശ്യമില്ല. പാലക്കാട് നിന്ന് കയറ്റി നമ്മുടെ ലഞ്ച് അവൻ ഹോട്ട് കേസിലോട്ട് വെച്ചുകൊണ്ടിരിക്കുക. നമുക്ക് തൃശ്ശൂരാണ് ചൂടോടെ വിളമ്പാൻ പറ്റും. വണ്ടിക്ക് അത്യാവശ്യം നല്ല ബുക്കിംഗ് എറണാകുളത്തേക്ക് തന്നെ ഉണ്ട് കേട്ടോ ഈ കോച്ചിന്. അത് കോച്ചുകളിൽ സാധാരണ അതിൽ സീറ്റിങ് അവർ ഡെസ്റ്റിനേഷൻ അനുസരിച്ചാണ് അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിരിക്കുന്ന കോച്ചിൽ ഏകദേശം മുഴുവൻ ഒരേ സ്ഥലത്തേക്കുള്ളതായിരിക്കും ടിക്കറ്റുകൾ. നമ്മളിപ്പോൾ ഏകദേശം ഒറ്റപ്പാലെത്തുന്നു. വണ്ടൻ ടെറിട്ടറി തീരാറായി. അതിനെ പിന്നെ നമ്മൾ അറിയാമല്ലോ. പിന്നെ നമ്മൾ പയ്യെ 80 km ടെറിട്ടറിയിലൂടെ ഇറങ്ങും. ഭാരതപ്പുഴ നമുക്ക് പാരലായിട്ടുണ്ട് ഇവിടെ. എല്ലാ പ്രാവശ്യവും മിസ് ചെയ്യാറുള്ള ചെക്ക് ഡാം പ്രാവശ്യം കിട്ടി. സന്തോഷമായി. ഒറ്റപ്പാലം സ്റ്റേഷനൊക്കെ എത്തണം. ഒറ്റപ്പാലത്ത് നമ്മുടെ കാലത്ത് ലിങ്ക് കിടക്കുന്നുണ്ട്. ലിങ്ക് എന്ന് പറയുന്നത് ചെന്നൈ മാംഗ്ലൂർ എക്സ്പ്രസ്. അത് പണ്ട് ട്രിച്ചി മാംഗ്ലൂർ ലിങ്ക് എക്സ്പ്രസ് എന്നുകൊണ്ട് ലിങ്ക് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ലിങ്കിനെ സത്യം പറഞ്ഞാൽ ഇവിടെ പിടിച്ചിടേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കിടക്കുന്നു ലിങ്ക്. ഇതിനിവിടെ പിടിച്ചേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതങ്ങനെ കയറി ഷൊർണൂർ കയറി പോയാണ് കൊണ്ടാണ്ട്. 10 മിനിറ്റ് ഇവിടെ കിടക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് വണ്ടി ഷൊർണൂർ എത്തിയാണ്. റെയിൽവേയുടെ കൺട്രോളിങ് ഇങ്ങനെയൊക്കെയാണല്ലോ. പതിവ് പോലെ വാപ്സാനായിരുന്നു. തീരാറായിട്ടോ. അണയാൻ പോകുന്ന തീയാളി കത്തുന്ന പറഞ്ഞാണിത്. സ്പീഡ് കുറച്ച് കൊണ്ടുവരികയാണ്.
പോകുന്നത് പാലരുവി എക്സ്പ്രസ് ആണ്. തൂത്തുക്കുടി പാലക്കാട് പാലരുവി എക്സ്പ്രസ്. സ്പീഡ് കുറച്ച് കൊണ്ടുവന്നു. കാര്യം നമുക്ക് ഭാരതപ്പുഴ പാലത്തിന് മുമ്പുള്ള ലിങ്ക് ലൈനിൽ കയറുമ്പോൾ അവിടെ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പം നമ്മളങ്ങനെ ഷൊർണൂർ എ ക്യാബിനെത്തുന്നു. നമുക്കിവിടെ 44 ഒക്കെയാണ് സ്പീഡ്. പിന്നെ 50 km/h മുതൽ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു ഇതിൽ അളവിൽ. ഇവിടെയാണ് പണ്ട് ഭാരതപ്പുഴ ഹോൾട്ട് സ്റ്റേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ റൈറ്റിലോട്ട് ഇതാണ് ഷൊർണൂർ എ ക്യാബിൻ. നേരെയുള്ള ലൈന് ഷൊർണൂർ ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് പോകും. നമ്മൾ വളവ് തിരിഞ്ഞ് ടുവേർഡ്സ് തൃശ്ശൂർ പോകും. കേട്ടോ 36 നമ്മുടെ ഇപ്പോഴത്തെ സ്പീഡ്. നമ്മൾ ഭാരതപ്പുഴയ്ക്ക് കുറുകെ പാലത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പാലം ഒന്ന് ലെഫ്റ്റ് സൈഡിൽ പുതിയ പാലത്തിന് പണിയെടുക്കാൻ കാണാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിലോട്ട് വന്നതാണ്. റൈറ്റ് സൈഡിൽ അറിയാമല്ലോ ഷൊർണൂരിൽ നിന്നുള്ള ലൈൻ വന്ന് കയറുന്നതും പിന്നെ ബി ക്യാബിനും. कुछ नहीं आ रहा है, जाना मत दो। अब इतने फोन आ रहे थे, फोन अटेंड करने का मौका है और मेरे ऊपर फोन करने का मौका नहीं। അപ്പോൾ അങ്ങനെ നമ്മൾ 80 km/h ടെറിട്ടറിയിലോട്ട് കാലെടുത്ത് വയ്ക്കുകയാണ്. കാലെടുത്ത് വയ്ക്കുന്നില്ല, പകരം നമ്മൾ ഉരുണ്ടങ്ങോട്ട് കയറും. ഇവിടെയാണ് പുതിയ പാലം പണിയുന്നത്. ഇതാ വർക്ക് അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് നടക്കുന്നുണ്ട്. കുറേ പൈലുകളായി, ഇത്രയും പൈലുകളായി കഴിഞ്ഞു. മഴക്കാലത്തിന് മുമ്പായിട്ട് എനിക്ക് തോന്നുന്നു ഇവർ കൂടുതൽ മൊത്തം പൈലിങ് തീർക്കും തോന്നുന്നു. അങ്ങനെ ഭാരതപ്പുഴ കഴിഞ്ഞു. നമ്മളങ്ങനെ ഭാരതപ്പുഴ പാസ് ചെയ്ത് തിരുവനന്തപുരം ഡിവിഷനിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. ഈ ലെവൽ ക്രോസ് കഴിഞ്ഞുകൊണ്ട് തിരുവനന്തപുരം ഡിവിഷൻ തുടങ്ങായി. ഇവിടും തിരുവനന്തപുരം ഡിവിഷൻ തുടങ്ങായി. നമ്മൾ തിരുവനന്തപുരം ഡിവിഷനിലോട്ട് കയറിയപ്പോൾ തിരുവനന്തപുരം ഡിവിഷൻ്റെ സ്ഥിരം കലാപരിപാടി അത് ഉരുട്ടൽ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ മുള്ളൂർക്കരയിലേക്ക് എത്തുന്നത്. എനിക്കൊന്നും നമ്മളിവിടെ ക്ലിയർ ആയിട്ടില്ലായിരുന്നു. ഫ്രണ്ടിൽ പരശുരാമുണ്ട്. വടക്കാഞ്ചേരിയിലോട്ട് കയറിയോന്നറിയില്ല. അതിൻ്റെയും ഫ്രണ്ടിൽ ശബരി ഉണ്ട്. ശബരി ഇപ്പോൾ മുളങ്ങുന്നത്ത് സ്റ്റേഷൻ എത്തുന്നത്. ഓപ്പോസിറ്റ് ലൈനിൽ വേണാട് വരണം. വടക്കാഞ്ചേരിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അതെ, അപ്പോൾ നമ്മളങ്ങനെ വടക്കാഞ്ചേരിയിലേക്ക് എത്താണ്. ഇവിടെ വെച്ച് നമ്മൾ പരശുവിനെ ഓട്ടയ്ക്കും. പരശു ലേറ്റാണ്. ഇതാണ് മാംഗ്ലൂർ സെൻട്രൽ കന്യാകുമാരി പരശുറാം എക്സ്പ്രസ്. അപ്പം നമ്മൾ തൃശ്ശൂർ സ്റ്റേഷനിലേക്ക് കയറുന്നു. ലേറ്റാണ് വണ്ടി. 12:37, ഏകദേശം 10 മിനിറ്റോളം ലേറ്റാണ്. എല്ലാം പാലക്കാട് കഴിഞ്ഞിട്ട് ഷൊർണൂർ കഴിഞ്ഞിട്ടുള്ള പോർട്ട് കൺട്രോളിങ്ങാണ്. ഓപ്പോസിറ്റ് സൈഡിൽ ഇപ്പോൾ ശബരി വരാനുണ്ട്. സെക്കൻഡറാബാദിലേക്ക് പോകുന്ന ശബരി. അല്പം നമ്മൾ റപ്തിസാറിനെ ക്രോസ് ചെയ്താൽ പിടിക്കാൻ പറ്റില്ല. അങ്ങനെ തൃശ്ശൂരെത്തി. തൃശ്ശൂർ ഒരുപാട് പേരുണ്ട്.
അപ്പോൾ ഇതാണ് നമ്മുടെ തൃശ്ശൂരിലെ പ്ലാറ്റ്ഫോം. സ്റ്റാർട്ടർ ഓൾറെഡി പച്ചയാണ്, ഓപ്പോസിറ്റ് ലൈനിൽ ശബരിയും വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി പച്ച അതിനൊക്കെ ഇറങ്ങി കയറുന്നില്ല, അല്ലെങ്കിൽ തൃശ്ശൂർ വരുമ്പോൾ ഇറങ്ങി കയറാണ്ടിരിക്കാൻ പറ്റില്ല. സെക്കൻഡിൽ പച്ചയാണ്, പിന്നെ ഇപ്പുറത്തും ശബരിയും വരുന്നുണ്ട്, പിന്നെ വെറുതെ മിസ് ചെയ്യുന്നില്ല. ഇത് കഴിഞ്ഞുകൊണ്ട് നമ്മുടെ ലഞ്ച് സെർവ് ചെയ്യുവർ. നല്ല വിശപ്പുണ്ട്, ലഞ്ച് കിട്ടിയ കൊള്ളായിരുന്നു. Doors are closing. 12:40 സമയം. Doors are closing. ഡോർ അടഞ്ഞു. അതേ സമയത്ത് ശബരിയും പോയി. बंद हो रही है. ഡോർ അടഞ്ഞ് അതേ സമയത്ത് ശബരിയും കയറി വന്നു. ഇപ്പം സദേൺ റെയിൽവേയുടെ ശബരിയാണ്. വാതിലുകൾ അടയുന്നു. ഒരുവിധം പഴയ കോച്ചുകളായെല്ലാം. ಬಾಗಿಲುಗಳು ಮುಚ್ಚುತ್ತಿವೆ. അങ്ങനെ 12:41 തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടു. മിക്കവാറും ലഞ്ച് സെർവ് ആവും. ഞാൻ സീറ്റിലോട്ട് തിരിച്ചു പോകണം. ഭക്ഷണം വന്നു തുടങ്ങി. തൃശ്ശൂർ വിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ലഞ്ച് വന്നിട്ടുണ്ട്. സമയം 12:51. ഇത് ലോഡ് ചെയ്തിരിക്കുന്ന പാലക്കാട് നിന്നാണ്. IRCTC ഫുഡ് പ്ലാസ പാലക്കാട് JS എൻ്റർപ്രൈസസ് ആണ് കാറ്ററർ. അപ്പോൾ ലഞ്ച് വന്നിട്ടുണ്ട്. ലഞ്ചിനകത്ത് പതിവ് ചോറുണ്ട്, ഒരു വെജ് കുറുമയുണ്ട്, ബീട്രൂട്ടിൻ്റെ ഒരു തോരനുണ്ട്, ദാളുണ്ട്, പിന്നെ ചപ്പാത്തി ഉണ്ട്, 2 ചപ്പാത്തി ഉണ്ട്. തൈര് കൊണ്ടൊന്നും തന്നിട്ടില്ല, അതുപോലെ ഡെസേർട്ട് തന്നിട്ടില്ല. തൈര് കൊണ്ടും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനെ ടേസ്റ്റ് നോക്കാം. കുറുമ കൊള്ളാം. പരിപ്പ് കുറച്ചും കൂടി വേവണമായിരുന്നു. പരിപ്പ് കരിക്കുന്നുണ്ട്. അങ്ങനെ ചപ്പാത്തി ഉണ്ട്, നോക്കാം. ചപ്പാത്തി നല്ല സോഫ്റ്റാണ്. കറിയും കൂടെ ചേർക്കുമ്പോൾ ഫുഡ് വല്ല കുഴപ്പമില്ല. ഞാൻ ചോദിച്ചുകൊണ്ട് എനിക്ക് മാത്രം കൊണ്ടുവന്ന് തൈര് വെച്ചിട്ട് പോയാൻ. പിന്നെ ഇതും കൊണ്ടുവന്ന് ഐസ്ക്രീം കൊണ്ടുവന്ന്. ഐസ്ക്രീമാണ് ഇന്നത്തെ ഡെസേർട്ട്. സാധാരണ ഇതിൽ ട്രെയിനിൽ ഐസ്ക്രീമായിട്ട് വരുന്ന വാനില അല്ലെങ്കിൽ ബട്ടർ സ്കോച്ചിന് സാധാരണ ഐസ്ക്രീമാണ്. ഇത് ബട്ടർ സ്കോച്ച് സൺഡേ, സ്കൈയുടെ ആണിത്. സ്കൈയുടെ ബട്ടർ സ്കോച്ച് സൺഡേ ആണ് നൽകിയത്. ഫുഡ് ഓവറോൾ കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ എയർപോർട്ട് എത്തി. ഇനിയിപ്പോൾ വലിയ ദൂരമില്ല, വളരെ പെട്ടെന്ന് കാര്യങ്ങൾ തീരും. നമ്മൾ എറണാകുളത്തേക്ക് എത്തും. എറണാകുളത്ത് സമയത്ത് പോയി കാണുന്നു തോന്നുന്നു. സമയം ഇപ്പോൾ 1:20. 1:50 നമ്മുടെ എറണാകുളം അറൈവൽ ടൈം. റൺവേ ക്ലോഷർ ടൈമാണോ എന്നൊരു സംശയം. ഒന്നും കാണാനില്ല. ഇത് ഡോണിയർ ആയിരുന്നു, കോസ്റ്റ് ഗാർഡിൻ്റെ വിമാനമായിരുന്നു പോയത്. ഒരു 20 GB ആയി, 30 ഉണ്ടായിരുന്നു. ഇവിടെ മറ്റേ സ്ലീപ്പർ റീപ്ലേസ്മെൻറ്റിൻ്റെ വർക്ക് നടക്കണമായിരുന്നു, അതുകൊണ്ടുള്ള റെസ്ട്രിക്ഷനാണ്.
പുറകെ വന്ന് പരശുരാമിനുള്ള തിരക്കാണ് വെയിറ്റ് ചെയ്യുന്നത്. ശബരിയാണെന്ന് തോന്നുന്നു, ഏതാ വണ്ടിയെന്ന് അറിയില്ല. ഓർമ്മത്തിൽ നമ്മൾ ഓട്ടോ വയ്ക്കുന്നുണ്ട്. എടപ്പള്ളിയാണത്. അപ്പം നമ്മളങ്ങനെ എറണാകുളം ടൗണിലേക്ക് എടുക്കുന്നു. നമ്മൾ എടപ്പള്ളിയിൽ ഒരു ശബരി ഓവർടേക്ക് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് എടപ്പള്ളിനെ കുറച്ച് മുന്നോട്ട് നമ്മൾ മംഗളം നമ്മൾ ക്രോസ് ചെയ്തു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. We are about to reach our destination. Ernakulam Junction. എറണാകുളം ജംഗ്ഷൻ എറണാകുളം ടൗൺ സ്റ്റേഷൻ വഴിയുള്ള റൺ ത്രൂ ആണ്. നമ്മുടെ സ്റ്റാർട്ടർ മഞ്ഞയാണ്. Ernakulam Junction. Station पर पहुंचने वाली है. മൊത്തം മഞ്ഞയാണ്. സ്റ്റാർട്ടറും അഡ്വാൻസും മഞ്ഞയാണ്. ನಾವು ನಮ್ಮ ಗಮ್ಯಸ್ಥಾನ Ernakulam Junction. ಅನ್ನು ಸಮೀಪಿಸುತ್ತಿದ್ದೇವೆ. ട്രെയിൻ ലക്ഷ്യസ്ഥാനമായി എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് അടുത്തു. സാധാരണ ഇതിൽ വണ്ടി ഒരു പ്ലാറ്റ്ഫോം 4 എടുക്കാറ്. ഇന്നിപ്പോൾ എൻ്റെ അവസ്ഥ ഒന്നും അറിയില്ല. 4 or 5 ഇതിലേക്ക് കൊണ്ട് കയറ്റുന്നത്. Please deboard carefully. പ്രീമിയം വണ്ടിയൊക്കെ അടിയിൽ പ്ലാറ്റ്ഫോം 1 കൊണ്ട് കയറ്റേണ്ടതാണ്. പക്ഷേ Complete halt. നമ്മുടെ തിരുവനന്തപുരം ഡിവിഷൻ എറണാകുളം ജംഗ്ഷനൊക്കെ മാസമാണ്. മൂന്നിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ. 5 6 ഒന്നല്ല, 3 നമ്മൾ വന്നിരിക്കുന്നത്. പ്ലാറ്റ്ഫോം 3 ജസ്റ്റ് കയറുന്നു. ട്രെയിനിൽ നമ്മളെടുത്ത് ചാടണം ഇറങ്ങണം. നല്ല പൊക്ക വ്യത്യാസമുണ്ട് ഈ പ്ലാറ്റ്ഫോമിന്. പ്ലാറ്റ്ഫോം 3 ആണ്. അപ്പുറത്ത് 14665 എറണാകുളത്തിൻ്റെ ടാറ്റനഗറിൻ്റെ റേക്ക് കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇന്നലെ രാത്രി വന്ന റേക്കാണത്. ഇത് ഇവിടെ റീഫില്ലിങ് വന്നിരിക്കുന്നത്. തിരിച്ച് കാട് കൊണ്ടെടുക്കും. റീഫില്ലിങ് ജനറേറ്ററിൻ്റെ റീഫില്ലിങ്. ಬಲಭಾಗದಲ್ಲಿ ಬಾಗಿಲು ತೆರೆಯುತ್ತದೆ. അപ്പോൾ പിന്നെ നമ്മളിവിടെ സേഫായിട്ട് കൊണ്ട് നിർത്തിച്ച വണ്ടിയുടെ ഒരു ബൈ പറഞ്ഞിട്ട് നമുക്കൊന്ന് പതുക്കെ ഇറങ്ങാം. ഇതുവഴി പുറത്തോട്ടിറങ്ങാൻ തന്നെ അത്ര എളുപ്പമുള്ള പണിയല്ല. നല്ല പൊക്ക വ്യത്യാസമുണ്ട് പ്ലാറ്റ്ഫോമിന്. അങ്ങനെ എല്ലാവർക്കും എറണാകുളം ജംഗ്ഷനിലേക്ക് സ്വാഗതം. 1:49 ട്രെയിനിൽ പുറത്തിറങ്ങി. അപ്പോൾ ഒരു 1:46 ഇവൻ പ്ലാറ്റ്ഫോമിലോട്ട് കയറിയിട്ടുണ്ട്. ഇതെനിക്കിഷ്ടമായി. മെൻ അറ്റ് വർക്ക് നോ എൻട്രി എന്നുള്ള ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലീനിങ് സ്റ്റാഫ് കയറിയിട്ടുണ്ട്. വേറെ ആരും കയറരുത് എന്നതിന് വ്യക്തമായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. നല്ല ഐഡിയ ആണ്. തിരുവനന്തപുരത്തൊക്കെ ചുമ്മാ റേക്ക് തുറന്നിടും ആൾക്കാർ ചാടി കയറുമായിരുന്നു. നന്നായിട്ട് വളരെ തോട്ട്ഫുള്ളി ചെയ്തിട്ടുണ്ട് ഇവർ. അപ്പോൾ നമ്മളങ്ങനെ സേഫായിട്ട് എറണാകുളത്ത് കൊണ്ട് എത്തിച്ചിട്ട് നമ്മുടെ വന്ദേ ഭാരത് ഇവിടെ നിൽക്കുകയാണ്. ഈ റേക്ക് ഇവിടെ ഇപ്പോൾ 2:20 തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകും. ഒപ്പം നമ്മളും ചെറിയൊരു യാത്ര റിട്ടേൺ ട്രിപ്പിൽ ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂർ വരെ പോകുന്നില്ല, ചെറിയൊരു യാത്ര പോകുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ അടുത്ത വീഡിയോ പറയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടെന്നിരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്, കമൻറ്റ്, സജഷൻസ് ഒക്കെ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസൊക്കെയാണ് നമ്മുടെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർ മെമ്പർഷിപ്പ് എടുക്കുക. UPI വഴി നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്കെന്നാൽ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് ബിനയ് ശങ്കർ സൈനിങ് ഓഫ്. പുത്തൻ കാഴ്ചകളും പുത്തൻ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ദിസ് ഇസ് ബിനയ് ശങ്കർ സൈനിങ് ഓഫ് ഫ്രം പ്ലാറ്റ്ഫോം 7. See you again in the next video. Until then, bye bye.